വീക്കെൻഡ് വൈബ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ്. കാരണം ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിലെ ഒരു സോൾജറാണ്. 26/11 അല്ലെങ്കിൽ November 26 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. കാരണം പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് വന്ന് ഹെവി ആംസ് ആൻഡ് എമ്യൂണിഷൻസുമായിട്ട് മുംബൈ നഗരം ഭീതിയിലാഴ്ത്തിയ ഒരു ദിവസമായിരുന്നു അന്ന്. അന്ന് ആ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആംഡ് ഫോഴ്സസ് രംഗത്തുണ്ടായിരുന്നു. ബോത്ത് സ്റ്റേറ്റ് ആൻഡ് നാഷണൽ വൈഡ് ആംഡ് ഫോഴ്സസും ഏജൻസീസും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി ആയിരുന്നു NSG എന്ന് പറയുന്നത്. NSG കമാൻഡോസ് ആണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഒരുപാട് ഫോഴ്സസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ എടുത്തു പറയേണ്ടത് ഒരു ഫോഴ്സ് NSG ആയിരുന്നു. ആ NSG ഫോഴ്സിൽ സെർവ് ചെയ്ത ഒരു സോൾജർ കൂടിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. അത് ഹവൽദാർ കമാൻഡോ അഭിലാഷ് K ആണ്. എനിക്കൊരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷ് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കൂടിയാണ്. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻ. അബി, വെൽക്കം. താങ്ക് യു. അബി ഇപ്പൊ വന്നേ നാട്ടിലെത്തി? ഞാനിപ്പോൾ വന്നിട്ട് രണ്ടു ദിവസമായി ഇവിടെ. ഇപ്പം പിന്നെ എവിടെ? തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ സ്റ്റേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന. എനിക്ക് ആക്ച്വലി എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചറിയാനുള്ളതും നമ്മുടെ 2008 November 26, 2008 മുംബൈയിൽ നടന്ന ടെറർ അറ്റാക്കിൽ ഇവൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് നീ അത് തുടങ്ങുമ്പോൾ ആർക്കും അറിയില്ലെന്നോ അല്ലേ? എനിക്കൊന്നും ആർക്കും അറിയുന്നുണ്ടാവില്ല. പിന്നെ വന്നതിന് ശേഷം ഇവൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നതും. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒന്നാമത് എനിക്കൊന്നും ആ സമയത്ത് നീ NSG കയറി നമ്മൾ അറിയുന്നുണ്ടായില്ല. 25-30 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചൊരു എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചെറിയൊരു ബോധം കിട്ടുന്നത്. 25 അല്ലെങ്കിൽ 30 വയസ്സൊക്കെ ആയിരിക്കുമ്പോൾ നമുക്കും നമ്മളെ ആ ടൈമിൽ നമ്മളെ ആ ജനറേഷനിൽ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു കരിയർ എന്നല്ല, ഒരു ഫോക്കസ് ഉള്ളൊരു കക്ഷി എന്ന് പറയുന്നത് അബി തന്നെയായിരിക്കും. 16 വയസ്സ്. നീ ഏത് വയസ്സിലാണ് ഇന്ത്യൻ ആർമി? 16 വയസ്സും പിന്നെ ഒരു 4-5 മാസം അല്ലേ? അത് ഇന്ത്യൻ ആർമിന്റെ ക്രൈറ്റീരിയ 16 വയസ്സാണ്. 16.6 ആണ്. പിന്നെ അപ്പം റിക്രൂട്ട്മെന്റ് കഴിയുമ്പോഴേക്ക് ഏകദേശം ഏജ് ആയി. നമ്മൾ 18-ാം വയസ്സ് കഴിഞ്ഞപാട് ലൈസൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാത്തിക്കുന്ന പോലെ അത് അത്രയും താല്പര്യമുണ്ടായിരിക്കും. ഈ 16 കറക്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അവൻ നീക്ക് പണ്ടേ ഉണ്ടായി ഈ ഭ്രാന്ത് തന്നെ വരും. നമുക്ക് സിനിമ ഭ്രാന്ത് എന്നെല്ലാം പറയുന്ന പോലെ അത് ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ. NCCയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ എവിടെ പഠിക്കുമ്പോൾ മൂത്തടുത്ത് പഠിക്കുമ്പോൾ തന്നെ NCCയിൽ ഉണ്ടായിരുന്നു. പിന്നെ ആർമി ഒരു എയിം തന്നെയായിരുന്നു. സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊന്നും മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയില്ല, ഒറ്റക്ക് മാത്രം കയറിപ്പോയാൽ മതി. നമ്മൾ ഒരുമിച്ച് പണ്ട് കളിക്കുന്നതൊക്കെ നമ്മൾ ഇവിടെയും വേറെ കുട്ടികളൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, ആ സമയത്ത് നമുക്കൊന്നും അങ്ങനെ നമ്മൾ ആലോചിക്കുന്നേ ഇല്ലല്ലോ ആർമിയെന്നോ അല്ലെ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ആക്ടിങ് അല്ലെ സിനിമയിലൊക്കെ പോകണമെന്നെല്ലാം ആലോചിക്കുന്നതിന്റെ വളരെ ലേറ്റ് ആയിട്ടാണ്. ചിലവരത് മുന്നേ ആലോചിക്കും. അപ്പൊ അങ്ങനത്തെ ആ ഒരു കാറ്റഗറി പെടുന്നൊരു കക്ഷിയാണ് അബിയും. 16 അതിന് മുന്നേ. അപ്പൊ നീ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യല്ലേ? അതിന് മുന്നേ ആക്ച്വലി 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായ സമയത്ത് ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് പോയി. പിന്നെ അതിന് പോകുന്നതിന് മുന്നേ ഇവിടുന്ന് ഫസ്റ്റ് ഉള്ളത് കോഴിക്കോട് തന്നെ കണ്ണൂരിൽ നിന്നുണ്ടായിരുന്നത്. അപ്പൊ അതില് റണ്ണിങ്ങില് കിട്ടിയിരുന്നില്ല. പിന്നെ അതിനുശേഷം രണ്ടാമത് പ്രാക്ടീസ് കൂട്ടി. നാട്ടിൽ നിന്ന് നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഓടുമ്പം അവരെ കൂടെ ഓടും. പിന്നെ അത് കൂടാണ്ട് ചില ദിവസം വരുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അങ്ങനെ അത് കണ്ണൂർ വെച്ചാണ് ഫസ്റ്റ് നടന്നത്. അതിനകത്ത് കിട്ടിയില്ല. അപ്പം സെക്കൻഡ് അറ്റംപ്റ്റ് പിന്നെ +1 പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റ് വെച്ചിട്ടുണ്ടായി. അപ്പം അതിലാണ് കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെയാണ് ഇൻഡക്ഷൻ പ്രൊബേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും? അങ്ങനെയാണ് നിന്റെ ഫസ്റ്റ് തന്നെ നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തലേന്ന് രാത്രി വന്ന് അവിടെ ഇരിക്കേണ്ടി വരും. അപ്പം ആൾക്കാർ അറ്റ്ലീസ്റ്റ് 10-200 ആൾക്കാരെയൊന്ന് ഒരുമിച്ചിട്ട് ഓടിച്ചതിൻ്റെ അകത്ത് എടുക്കുന്നത് ഒരു 10-20 ആളെ മാത്രമേ എടുക്കത്തുള്ളൂ. 200 ആൾക്കാർ ഓടിക്കുന്നു. അപ്പൊ ഓടുന്നതിന്റെ തന്നെ ഫസ്റ്റില് ഈ തെക്കും തിരക്കിന്റെ അകത്ത് കുറെ ആൾക്കാർ വീഴും. ജീവൻ മരണ പോരാട്ടം പോലെ ഓടിയിട്ട് എത്തണം. അപ്പം ഫസ്റ്റത്തെ റിക്രൂട്ട്മെന്റിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ സെക്കൻഡ് റിക്രൂട്ട്മെന്റ് പക്ഷേങ്കിൽ ഒരുപാട് ഒരു 6-7 നമ്പറിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഫസ്റ്റത്തെ 6-7 നമ്പറിൽ. അങ്ങനെ ആ റിക്രൂട്ട്മെന്റിന്റെ റണ്ണിങ് പാസ്സായി. റണ്ണിങ്ങിന് ശേഷം പിന്നെ പുഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പാസ്സായി. പിന്നെ റിട്ടേൺ എക്സാം, പിന്നെ അതുപോലെ തന്നെ റിട്ടേൺ എക്സാം ഉണ്ട്.
അത് 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് 10th ക്വാളിഫിക്കേഷൻ. അത് ആക്ച്വലി രണ്ടെണ്ണം ഉള്ളൂ. ഒന്ന് ടെക്നിക്കൽ എൻട്രി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടി. ഇപ്പോൾ ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ 10th മെട്രിക് മാത്രം മതി. ഇപ്പോൾ ഈ ടെക്നിക്കൽ എൻട്രി ആണെങ്കിൽ +2 സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ള 3 സബ്ജക്റ്റും കൂടെ കൂടിയാലാണ് ടെക്നിക്കൽ. നല്ലോണം പഠിക്കല്ലേ? ഞാൻ ഇല്ല, പഠിപ്പിൽ ആവറേജ് ആയിരുന്നു, ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠിത്തത്തിൽ വലിയ പിന്നെ അത്രയും മുന്നോട്ടേക്ക് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു കാരണമുണ്ട്. ഞാൻ പഠിച്ചത് ഒരു സംസ്കൃതം ക്ലാസ്സിലാണ്, പിന്നെ ഒരു 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പം ഏറ്റവും കൂടുതൽ പഠിപ്പിസ്റ്റ് പിള്ളേരുള്ള ക്ലാസ്. നമ്മൾ സംസ്കൃതം അപ്പം പഠിപ്പിസ്റ്റ് പിള്ളേർ തമ്മിൽ അധികം വർത്തമാനം പറയാത്ത അങ്ങനത്തെ ഉള്ള ആൾക്കാരുള്ള ക്ലാസ്. അപ്പം അതിൻ്റെ അകത്ത് ഒരു 30 ആളുണ്ടെങ്കിൽ ഒരു 25-26 നമ്പറാണ് എൻ്റെ പിന്നെ റാങ്ക് വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ റാങ്ക് 1, 2, 3 എന്നുള്ള റാങ്ക് അത് 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എല്ലാവർക്കും ആ ഒരു പിന്നെ ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മാറ്റം ഇല്ല. ഈ 25 ഒരിക്കലും 15 വരില്ല, അല്ലെങ്കിൽ ഈ 10 ഒരിക്കലും 1-2 വരില്ല. അങ്ങനത്തെ ക്ലാസ്സിൽ പഠിച്ച് പക്ഷെ വലിയ മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ എനിക്ക് ഈ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെയായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് മുന്നോട്ടേക്ക് അധികം പോകാൻ പറ്റൂല എന്നല്ല, പക്ഷേ പഠിത്തത്തിൽ പിന്നെ പക്ഷേങ്കിൽ അത് മാറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ +1 ഞാൻ VHSC ആണ് പഠിച്ചത്. അപ്പം അവിടെ പുതിയ ആൾക്കാർ, പുതിയ പിള്ളേർ പിന്നെ മൊത്തം ചേഞ്ച് ആയി. അപ്പോൾ അവിടുന്ന് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു 10 നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റി. എന്താ വെച്ചാൽ നമ്മൾ എല്ലാം ഫ്രഷ് ആൾക്കാരായിരുന്നു. അന്നേരം തോന്നുന്നു നീ മറ്റേ ഈ ഹോബീസ്, സോൾഡറിങ്ങും ഇലക്ട്രോണിക്സും അതിലേക്കെല്ലാം ഗവൺമെന്റ് നമുക്ക് ആ സമയത്ത് ഇതിനെ കുറിച്ച് യാതൊരു ബോധമില്ല. എന്നിട്ട് ഇവനത്തിൽ എന്തെല്ലോ ഇലക്ട്രോണിക്സിന്റെ സോൾഡർ ചെയ്യുന്നുണ്ടാവും, മറ്റേ നന്നാക്കുന്നുണ്ടാവും, അങ്ങനത്തെ പോലെ. അത് ആയി +1 +2 അല്ല, അത് പിന്നെ ഒരു 8ാം ക്ലാസ് മുതൽ പിന്നെ ചെറുങ്ങനെ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഒക്കെ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം വീട്ടിൽ കേടായ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യാറിട്ടൊന്നുമില്ല. +1 ഒരു 6 മാസത്തോളം പോയിട്ടുണ്ട്. അപ്പം നല്ല ഫ്രണ്ട്സൊക്കെ അവിടെ കിട്ടി. പിന്നെ അപ്പാണ് റിക്രൂട്ട്മെന്റിലേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പം ആർമിനെ പറ്റി ഒന്നും കാര്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്കൽ GD എന്ന് പറഞ്ഞാൽ തന്നെ എന്നാ സംഭവം എന്നുള്ളത് അന്നേരമൊന്നും പിന്നെ നമ്മൾ എക്സാം എഴുതുന്ന സമയത്തൊന്നും പിന്നെ ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പുള്ള പോലെ ഒരുപാട് കോച്ചിങ് അധികം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പഴയ പട്ടാളക്കാരുണ്ടെങ്കിൽ അവരെ പറഞ്ഞു തരുന്ന അല്ലാണ്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല. ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നെ കുറച്ചുകൂടെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഓടി വന്നതിൻ്റെ അകത്ത് ഏറ്റവും ചെറുത് ഞാനായിരുന്നു, വയസ്സിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന റിക്രൂട്ട്മെന്റ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്നോട് ചോദിച്ചു എനിക്ക് പിന്നെ ടെക്നിക്കലാണോ പിന്നെ GD ആണോ ഏതാണോ ഇഷ്ടം ചോയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആക്ച്വലി എനിക്ക് +2 സയൻസ് അധികം മാർക്കില്ല. എന്നാലും അയാൾ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഈ ടെക്നിക്കൽ എന്നാണ് GD എന്നാണ്. അപ്പം പറഞ്ഞു പിന്നെ GDക്ക് ഒരു എക്സാം എഴുതിയാൽ മതി, ടെക്നിക്കൽ ആണെങ്കിൽ 2 എക്സാം എഴുതണം. പറഞ്ഞു ഒരു എക്സാം ഉള്ളത് മതി. അപ്പം അങ്ങനെ GD സെലക്ഷനായി. പിന്നെ ജബൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളെ വിട്ടത്, മധ്യപ്രദേശ്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 6-7 മലയാളികൾ നമ്മൾ ഒരുമിച്ചിട്ടാണ് പോയത്. ഈ റിക്രൂട്ട്മെന്റിൽ നമ്മൾ ഒരുമിച്ച് കയറിയ ഒരു 6-7 ആൾക്കാർ. നമ്മള് അവിടെ പോയി ഇറങ്ങി. അതിൻ്റെ അകത്ത് ഹിന്ദി എല്ലായിടത്തും ഭയങ്കര കഷ്ടമായിരുന്നു. പിന്നെ മാലും എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചൊക്കെ ഹിന്ദി നമ്മൾ പിന്നെ കൂട്ടി പറയുന്ന. അന്നേരം പക്ഷെ നമ്മൾ TV ആണെന്നെല്ലാം ഫുൾ ഹിന്ദി അല്ലേ, ദൂരദർശൻ, വേറെ മലയാളം ചാനൽസ് ഒന്നുമില്ല. എന്നാലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അത്രയും അറിയത്തുള്ളൂ. പിന്നെ ഇന്ത്യ അവിടെ നിന്ന് അങ്ങനെ വന്നിറങ്ങി നമുക്ക് അവിടെ നിന്ന് ഒരു ട്രക്ക് കിട്ടി, പിന്നെ ആർമിയുടെ ട്രക്ക് കിട്ടി. അതിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ ട്രക്കിൽ കയറി ട്രെയിനിങ് സെന്ററിലേക്ക് പോകുമ്പം ട്രെയിനിങ് സെന്റർ ആർമി ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ, വാറിന്റെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനൊക്കെ നിൽക്കുന്ന വീടൊക്കെ കുറെ കണ്ടത്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ട്രെയിനിങ് ആയിരിക്കും, ഇതിൻ്റെ അതൊക്കെ കയറിയിട്ടാകുമ്പോൾ വെടിവെച്ച് പിന്നെ സംഭവമായിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി അത് ആയിരുന്നില്ല. അല്ല, പൊളിച്ച് കളയാൻ വെച്ച. അങ്ങനെ അവിടെ എത്തി ഫസ്റ്റ് തന്നെ നമ്മളവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മുന്നേ അവിടെ ട്രെയിനിങ്ങിന് വന്ന ആൾക്കാർ. അപ്പോൾ അവിടെ ഒരു സീനിയർ, പിന്നെ ഒരു നമ്മളെ CHM എന്ന് പറയുന്ന ഒരു സീനിയർ, ഞാൻ ഫസ്റ്റ് കയറി പോകുമ്പോൾ തന്നെ കാണുന്നത് ഇയാൾ ഇടത്തെ കൈൻ്റെ വാച്ച് ഊരിയിട്ട് പിന്നെ മുന്നിൽ കുറേ ആൾക്കാർ വരിവരിയായി നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഒരുത്തൻ മുന്നോട്ടേക്ക് വിളിച്ചിട്ട് ഇയാൾ ഇടത്തെ കൈൻ്റെ വാച്ച് ഊരിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു. അപ്പോൾ ആ കൈ വെച്ചിട്ട് പട്കോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മൊത്തം അടി കൊടുക്കുന്നു. കയ്യിൽ വാച്ച് ഊരിയിട്ട് ആ കൈ കൊണ്ട് അടിക്കുന്നതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് കാണുന്ന സീന്. പിന്നെ ഈ 6 മാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നരകം തന്നെയായിരുന്നു, വെറും നരകം. എന്ന് വെച്ചാൽ 6 മാസം നമ്മൾ ബേസിക് ട്രെയിനിങ് എന്ന് പറയും. 6 മാസത്തെ ബേസിക് ട്രെയിനിങ്ങിൽ
അത് സത്യം പറഞ്ഞ നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് നമുക്ക് ലാംഗ്വേജ് അറിയില്ല, പിന്നെ ക്ലൈമാറ്റ് നമ്മൾ ഇവിടുത്തേക്കാണെങ്കിൽ പിന്നെ ഒരുപാട് തണുപ്പധികം. എൻ്റെ സ്ക്വാഡ് ഒരു 30 ആൾ ആണ് ഒരു സ്ക്വാഡിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ 10-20 ആൾക്കാർ അത് യു പിയിൽ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആൾക്കാർ. അപ്പോൾ അവർ പ്രത്യേക ഒരു മൈൻഡ് സെറ്റുള്ള ടീമാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സ്ക്വാഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഒരാൾ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 30 ആൾക്കാർക്കും കിട്ടും. ഈ 30 പേരും പിന്നെ ഒരേ സമയത്ത് റിക്രൂട്ട് ചെയ്യപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് നമ്മളവിടെ പോകുന്നു. പിന്നെ ഒരുമിച്ച് അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഡോക്യുമെന്റേഷൻ ഒരുമിച്ച് കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പിന്നെ നമ്മളെ ഡ്രസ്സ് കാര്യങ്ങൾ യൂണിഫോം എല്ലാം ഒരുമിച്ചിട്ട് തന്നെ തരും. ഒരുമിച്ച് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ടാവും. അപ്പോൾ അതിനകത്ത് ഒരാൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 30 ആൾക്കും പണി കിട്ടും എന്ന് പറഞ്ഞാൽ അടി തന്നെയാണ് മെയിനായിട്ട്. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആർമിയിൽ കുറച്ചൊക്കെ കുറഞ്ഞു, പക്ഷേ ആർമിയിൽ നല്ലോണം കിട്ടും അടി. ആദ്യത്തെ 6 മാസം മാത്രമാണോ പിന്നെയും? അല്ല, അത് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ടാവും. അതൊരു കുറച്ചൊരു റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് നമ്മൾ സെറ്റ് ആവും. ശീലായിക്കോളും. അതുപോലെ ബാക്കിയുള്ള അടി മാത്രമല്ല, ബാക്കിയുള്ള പണിഷ്മെന്റ് നമുക്കൊരു വലിയൊരു ബോക്സ് കിട്ടും. അപ്പൊ ഈ ബോക്സിൽ നിറയെ പിന്നെ സാധനം ഉണ്ടാവും. അതുകൂടാണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു കട്ടിലുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരാൾ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കട്ടിലിന്റെ മേലെ ഈ ബോക്സ്, കറുത്ത ബോക്സ്, ഇത് തലയിലെടുത്ത് വെച്ചിട്ട് പിന്നെ ഗ്രൗണ്ടിൽ വൈകുന്നേരം റോൾ കോൾ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, ആൾക്കാരെ എണ്ണ എടുക്കുന്ന പരിപാടി. അപ്പോൾ ഏകദേശം അത് 2-3 മണിക്കൂർ ഉണ്ടാവും. ഇപ്പം ഈ 3 മണിക്കൂർ തലയിൽ ഇത് വെച്ച് പിന്നെ നമ്മൾ ഇവരെ മുന്നിൽ കൂടെ റൗണ്ടിൽ നടക്കണം. അത് ഈ പറഞ്ഞ പോലെ ഒരുത്തം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്പം നമുക്കങ്ങനെ ടെൻഷൻ ഇല്ല. ഒറ്റക്ക് അല്ലെങ്കിൽ വിഷമമൊന്നും, മനസ്സിൽ വിഷമമൊന്നും ഉണ്ടാവില്ല. ആകെയുള്ള വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാണോ ചെയ്ത് പോകാനുള്ള വിഷമം ഉണ്ടാവില്ല. അത് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും കിട്ടും. അറിഞ്ഞതിന് ശേഷം നമ്മൾ പോയിട്ട് ഇനിയിപ്പം പിന്നെ ഇവനാ ചെയ്തതെന്ന് പറഞ്ഞ് ഓനെ പോയി തല്ലിക്കഴിഞ്ഞാൽ അതിന് വേറെ കിട്ടും. എനിക്ക് തോന്നുന്നു അതല്ലേ ഈ ചിലപ്പോ ഒരു ടീം ബിൽഡിംഗ് ഭാഗമായിരിക്കും. പിന്നെ നമ്മൾ തെറ്റ് ചെയ്യരുത് എന്നുള്ളത്, പിന്നെ വേറൊരുത്തൻ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഇത് തോന്നും. എന്താ വെച്ചാൽ ഇപ്പൊ ബാക്കിയുള്ളവർക്കും കൂടെ പണിഷ്മെന്റ് കിട്ടുന്നുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും അവിടെ, നമ്മളെ കൂടെ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ആയാലും പണിഷ്മെന്റ് അവിടെ നല്ലോണം കിട്ടും. അപ്പൊ ഈ ആദ്യം പോകുന്ന 30 എന്ന് പറഞ്ഞ നമ്പർ എല്ലാ സ്ക്വാഡിലും 30 തന്നെ? 30 ആൾക്കാർ തന്നെയാണ് ഒരു സ്ക്വാഡ് ഉണ്ടാവും. ഒരു സ്ക്വാഡ് ഒരു ബാരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിലുള്ള ഒരു ഹോള് പോലെ ഉണ്ടാവും. ആ ഹോളിൽ ഒരാൾക്ക് പിന്നെ ഒരു സൈഡിൽ 15, ഒരു സൈഡിൽ 15 ആൾക്കാർ. അപ്പോൾ ഓരോരാൾക്കും പിന്നെ ഒരു കബോർഡ്, പിന്നെ ഇതുപോലെ ഒരു കട്ടില്, പിന്നെ അവരെ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം. അപ്പം ഇതിപ്പം രാവിലെ നമ്മളൊരു 3 മണിക്കൊക്കെ 3-4 മണിക്കൊക്കെ എഴുന്നേക്കേണ്ടി വരും. എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബെഡ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ബെഡ് മൊത്തം നീറ്റായിട്ട് വെക്കണം. നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ കിറ്റൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് പിന്നെ അത് ചരടൊക്കെ വെച്ചിട്ട് നമ്മൾ അളന്നിട്ടാണ് വെക്കേണ്ടത്. അതൊക്കെ നമ്മൾ സെറ്റാക്കി നമ്മൾ കിടക്കുന്നതിന് താഴെ മൊത്തം വൃത്തിയാക്കി അതിനുശേഷം നമുക്ക് നമ്മുടെ പുറത്തുള്ള ഏരിയ അത് മൊത്തം ക്ലീൻ ചെയ്ത് അങ്ങനെ 5-6 മണിക്കാണ് നെക്സ്റ്റ് പരേഡ് എങ്കിൽ ആ പരേഡ് വരെ ചെയ്യാനുള്ള പണി ഉണ്ടാവും അവിടെ. 3-3:30 ആകുമ്പോൾ എഴുന്നേറ്റ് ട്രെയിനിങ്. പി ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രെയിനിങ് ടൈമില്ല. അതുപോലെ തന്നെ ട്രെയിനിങ് സെന്ററിൽ എങ്ങനെയാണെന്ന് വരച്ചാൽ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എല്ലായിടത്തേക്കും നമ്മൾ ഓടിയിട്ട് പോകാൻ പറ്റും. നമ്മൾ ഒരു പ്രാവശ്യം ട്രെയിനിങ് സെന്റർ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടന്നിട്ടുള്ള പരിപാടിയില്ല. എവിടെ പോകണ്ടെങ്കിലും നമ്മൾ ഓടിയിട്ട് മാത്രം അത് ഒറ്റക്ക് ഓടാൻ പറ്റത്തില്ല. പിന്നെ 3 ആളായിട്ട് ഓടിയിട്ട് മാത്രമേ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അത് സ്റ്റാമിന നമ്മളത് ഒരുപാട് കൂടും. നമ്മൾ 24 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുമ്പം അത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാമിന ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 6 മാസത്തെ ട്രെയിനിങ്. 6 മാസം മാത്രമാണോ? അല്ല, 6 മാസത്തെ ഫസ്റ്റത്തെ പിന്നെ ട്രെയിനിങ്. ഞാൻ ആക്ച്വലി പോയത് എന്ന് പറഞ്ഞാൽ റിക്രൂട്ടായിട്ട് പോയത് എനിക്ക് സിഗ്നൽ റെജിമെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ആദ്യം ഈ പറയുന്ന കോഴിക്കോട് നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് പറയുന്നത് നമുക്ക് പിന്നെ ഒന്നും അറിയാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് പാരാചൂട്ട് റെജിമെന്റ് കിട്ടാം, പിന്നെ ഇൻഫൻട്രി കിട്ടാം, ആർമഡ് കിട്ടാം, പിന്നെ ബാക്കി സപ്ലൈ അല്ലെങ്കിൽ മെഡിക്കൽ കോർ ഏത് വണ്ടിക്കും നമുക്ക് കിട്ടാം. പക്ഷെ അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇവരിപ്പോ ഒരു 10-200 ആൾക്കാർ എടുത്തു. അപ്പം ഓരോ കോറിനെല്ലാം ഓരോ റെജിമെന്റിന് ഇത്ര ആൾ വേണം. അപ്പൊ അവര് അതിൻ്റെ അകത്ത് മേലെ താഴെ അത് ഭാഗ്യം പോലെ കിട്ടുക. അല്ലാണ്ട് ഇപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഇന്നതിൽ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നതിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അവര് എങ്ങനെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതിൽ ഓരോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് കിട്ടിയത് സിഗ്നലായിരുന്നു. ബേസിക് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 28-26 ദിവസം ലീവ് കിട്ടി. നാട്ടിലേക്ക് വന്നു. പിന്നെ അഡ്വാൻസ് ട്രെയിനിങ് ആണ്. അഡ്വാൻസ് ട്രെയിനിങ് എനിക്ക് എൻ്റെ ട്രേഡ് കിട്ടിയത് അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്, പിന്നെ IQ ടെസ്റ്റ്.
നമ്മൾ ഈ ബേസിക് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ IQ ടെസ്റ്റിൻ്റെ അകത്ത് പിന്നെ ടെക്നിക്കലിന് ഈ ടെക്നിക്കൽ എന്ന് പറഞ്ഞൊരു കയറി പോകുന്നില്ലേ, അതിൻ്റെ അകത്തും 4-5 ട്രേഡ് ഉണ്ട്. മെക്കാനിക്ക്, പിന്നെ ഓപ്പറേറ്റർ, 3-4 ട്രേഡ് ഉണ്ട്. ഈ ബേസിക് ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ സിഗ്നൽസിനെ കുറിച്ച് നിങ്ങൾ ബേസിക് ട്രെയിനിങ്ങിൽ പിന്നെ ഇല്ല, സിഗ്നലിനെ പറ്റി ഒന്നും നമുക്ക് പറഞ്ഞു തരില്ല. അത് നമുക്ക് ബേസിക് മിലിറ്ററി ട്രെയിനിങ് ആണ്. എല്ലാവർക്കും സെയിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഡ്രില്ല്, ഡിസിപ്ലിൻ, പിന്നെ അത് കഴിഞ്ഞ് വെപ്പൺ തോക്കൊണ്ട് ഫയർ ചെയ്യാൻ പഠിപ്പിക്കും. 3-4 ടൈപ്പ് വെപ്പൺ ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഫയർ ചെയ്യാൻ പഠിപ്പിക്കും. പിന്നെ ബാക്കി നമ്മൾ ഡ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ പരേഡൊക്കെ ചെയ്യുന്നില്ലേ, അത് പഠിപ്പിക്കും. പിന്നെ ബാക്കി മാപ്പ് റീഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ബേസിക് ട്രെയിനിങ്ങിൽ, ബേസിക് മിലിറ്ററി ട്രെയിനിങ്. ഒരു യുദ്ധം ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അഡ്വാൻസ് ട്രെയിനിങ് ഉണ്ട്. അഡ്വാൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ട്രെയിനിങ്. പിന്നെ അപ്പം അവിടെ നിന്ന് ഈ IQ ടെസ്റ്റിൽ നമ്പർ മാർക്ക് നോക്കിയിട്ടാണ് എഴുതുക. അപ്പോൾ എനിക്ക് കിട്ടിയത് ഡ്രാഫ്റ്റ്മാൻ ട്രേഡാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മളെ സ്ക്വാഡിൽ 2 ആൾക്കാണ് ഡ്രാഫ്റ്റ്മാൻ ട്രേഡ് കിട്ടിയത്. അതിനുശേഷം 2 ടെക്നിക്കൽ ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. അവിടത്തേക്ക് ഈ 26 ദിവസം ലീവും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയതിനു ശേഷം പിന്നെ ബാക്കിയുള്ളത് അവിടെ പഠിപ്പായിരുന്നു. ഞാൻ ഇവിടുന്ന് പഠിപ്പിനെ പേടിച്ചിട്ടാണ് പട്ടാളത്തിൽ കയറിയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഒരു കൊല്ലം പഠിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ ഈ PT ഉണ്ടാവും. PT കഴിഞ്ഞാൽ നമുക്ക് ബാഗും തൂക്കിയിട്ട് അത് നടന്നിട്ടല്ല ഓടിയിട്ട് തന്നെ ട്രെയിനിങ് സെന്ററിലേക്ക് പോകണം. ട്രെയിനിങ് സെന്ററിൽ നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോവാം. അത് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡ് കിട്ടിയോണ്ടാണോ ഈ പഠിക്കേണ്ടി വന്നത്? എനിക്ക് മാത്രമല്ല, ബാക്കി എൻ്റെ കൂടെയുള്ള നമ്മൾ ഇതിൻ്റെ അകത്ത് സിഗ്നൽ കോറിലായതുകൊണ്ട് ബാക്കി ഇൻഫൻട്രിയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പിന്നെ മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ തന്നെ അഡ്വാൻസ് ട്രെയിനിങ് ഉണ്ടാവുക. അവർക്ക് ഇത്രയും അധികം ഇല്ല. പിന്നെ 3-4 മാസം 6 മാസത്തെ ആ ഒരു ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. പഠിക്കാൻ കുറവായിരിക്കും. അവർക്ക് പഠിക്കാൻ അത്ര അധികം ഉണ്ടാവില്ല. പഠിക്കാനുണ്ടാവും, പക്ഷെ അധികം ഉണ്ടാവില്ല. മാപ്പ് റീഡിങ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വെപ്പണിനെ പറ്റിയിട്ടായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളായാലും പഠിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെങ്കിൽ പിന്നെ അത്ര അധികം ഇല്ല. എനിക്ക് ഡ്രാഫ്റ്റ്മാൻ കിട്ടി. ഡ്രാഫ്റ്റ്മാനിൽ പഠിക്കാനുണ്ട്, പക്ഷെങ്കിൽ അതിനേക്കാണെങ്കിൽ ഒരുപാട് അധികം നമ്മളെ മെക്കാനിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഓപ്പറേറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാണെങ്കിൽ അധികം പഠിക്കാനുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കാത്ത ഞാൻ ആടെ രാത്രി 12-1 മണി വരെ നമ്മളെ പുറത്തിരുത്തും. പഠിച്ചിട്ടേ നമ്മൾ ഉള്ളിലേക്ക് റൂമിലേക്ക് വരുത്തുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ഈ 30 ആളെയും മേലെ ഒരു ഇൻചാർജ് ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഒരാൾ പിന്നെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അയാൾ ഒരിക്കലും നമ്മളെ വിടില്ല. ഒരു മാർക്ക് പോലും കുറയാൻ വേണ്ടിയിട്ട് വിടില്ല. ഇത് ഈ പഠിത്തം മാത്രമല്ല, ബാക്കി ഈ പിന്നെ ഒരു 1000-1200 ആൾക്കാരവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു 10-20 സ്ക്വാഡ് ഉണ്ടാവും. ഓരോ സ്ക്വാഡും ഓരോ ദിവസം ഡീറ്റെയിൽ ആയിരിക്കും. ഇപ്പം വൈകുന്നേരം ഭക്ഷണത്തിനുള്ള പച്ചക്കറി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വാഡായിരിക്കും. അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വാഡായിരിക്കും. ഇത് ജബൽപൂരിലല്ലേ? ജബൽപൂർ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വാഡായിരിക്കും. പിന്നെ അതുപോലെ പൂരി രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ നമ്മളെ ബാക്കിയുള്ള അവിടെ മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കേണ്ടത് അത് നമ്മളാണ് പിന്നെ ട്രെയിനിങ് സമയത്ത്. പക്ഷേ ആടെ ഞാൻ നേരത്തെ ഈ ബേസിക് ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞു. ബേസിക് ട്രെയിനിങ്ങിന് നമ്മളെ സ്ക്വാഡിലുള്ള ആൾക്കാർ അത്ര കോപ്പറേഷൻ ഇല്ലാത്ത ആൾക്കാരും പിന്നെ പുറത്തുനിന്ന് വന്നിട്ട് ഉള്ളത് അതായിരിക്കാൻ ചാൻസ്. അതുകൊണ്ട് ഒരുപാട് അവിടെ നിന്ന് കഷ്ടപ്പാടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ഈ ടെക്നിക്കൽ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ പിന്നെ പെർഫെക്റ്റ് പിള്ളേരായിരുന്നു. ഒരു 26 ആളാണ് നമ്മളുണ്ടായിരുന്നു. 26 അവിടെ ഉള്ളതിൻ്റെ അകത്ത് 1-2 ആയിട്ട് ടോട്ടൽ ഇവിടെ 26 ആളുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ പെർഫെക്റ്റ് പിള്ളേർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആടെ ഉണ്ടായിരുന്ന ഒരു കൊല്ലം നമുക്ക് എന്താ പറയുക ഫീൽ ആയിട്ടില്ല. കഷ്ടപ്പാടുണ്ടായിരുന്നു ഒരുപാട്. പക്ഷേ പിന്നെ അതുപോലെ തന്നെ ആ ട്രെയിനിങ് സെന്ററിൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് നമ്മളതാണ് ഈ 2TTR പിന്നെ ഡ്രാഫ്റ്റ്മാൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ സീനിയറായി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. നമ്മളവിടെ സീനിയർ ആയതുകൊണ്ട് നമുക്ക് പിന്നെ സീനിയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം തരുകയും ചെയ്യാം. ടോട്ടൽ 1.5 കൊല്ലത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ പോസ്റ്റിംഗ് എനിക്ക് കിട്ടിയത് ബബീന എന്ന് പറഞ്ഞ സ്ഥലം. ബബീന എന്ന് പറഞ്ഞാൽ UP-യിലാണ്. UP MP-യുടെ ഒരു ബോർഡറിൽ ജാൻസിന്റെ അടുത്ത് ബബീന എന്ന് പറഞ്ഞ ഫസ്റ്റ് പോസ്റ്റിംഗ്. അപ്പോൾ അതിൻ്റെ ഇടയിലും ഒരു ലീവ് കിട്ടി നാട്ടിലേക്ക് വന്ന് തിരിച്ച് അവിടത്തേക്ക് പോയി. ഇപ്പോൾ നിങ്ങളെ 6 മാസത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു വാറോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുക. 6 മാസം ട്രെയിനിങ് കഴിയണ്ട. ഒരാളിപ്പം പുതിയ റിക്രൂട്ടായതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 1-2 മാസം ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയുള്ള വാറാണെന്ന് നോക്കുക. അതിപ്പം ഈ യുക്രൈനും റഷ്യയൊക്കെ ഉള്ളത് പോലെയാണെങ്കിൽ യുക്രൈനൊക്കെ 1 മാസം പോലും വേണ്ട. 10-25 ദിവസം ട്രെയിനിങ് കൊടുത്ത് ആൾക്കാരെങ്ങെടുക്കും. അതിന് ഈ 6 മാസം ഒന്നും കാത്തിക്കൂല. ഒരു ദിവസത്തെ ഓപ്പറേഷൻ ഒരു 6 മാസത്തെ ട്രെയിനിങ്ങിനൊക്കെയാണെങ്കിൽ അധികം എന്നാ പറയാം. അപ്പം
ചെറിയ നമുക്ക് വെപ്പൺ യൂസ് ചെയ്യാൻ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടാകുമ്പോൾ നമ്മൾ നേരെ തന്നെ വാറിലേക്ക് കൊണ്ടുപോകുന്നതിന് ആർമിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. ഈ ജബൽപൂർ എന്താണ് എന്ത് ടൈപ്പ് ട്രെയിനിങ് മാത്രം അവിടെ നടക്കുന്നത്? ജബൽപൂർ ഒരു ഇൻഫൻട്രിന്റെ ട്രെയിനിങ് സെന്റർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സിഗ്നലിന്റെ ട്രെയിനിങ് സെന്റർ ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡ് ഡിപ്പോ. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ഇന്ത്യൻ ആർമിയിലെ സിഗ്നൽ അല്ലല്ല, പിന്നെ നമ്മൾ സിഗ്നൽ റെക്കോർഡ് DSC റെക്കോർഡ് ഇവിടെ കണ്ണൂരിൽ. അപ്പം മൊത്തം അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം അവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പൊ നീ പോയിട്ട് നാട്ടിലേക്ക് ഫസ്റ്റ് ലീവിനെ വന്നേ? ഫസ്റ്റിൽ ഈ 6 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയപ്പോൾ 26 ദിവസത്തോളം വന്നു. അതിൽ പിന്നെ 4-5 ദിവസം ട്രെയിനിൽ പോകും, ബാക്കിയുള്ള ദിവസം അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ടെക്നിക്കൽ ട്രെയിനിങ് കഴിഞ്ഞു, പിന്നെ ഒരു 26 ദിവസം അങ്ങനെ ലീവ് കിട്ടി. അപ്പോൾ ഈ ടെക്നിക്കൽ ട്രെയിനിങ് പകുതി ആവുന്ന സമയത്താണ് അതുവരെ നമ്മൾ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ പ്രൊബഷൻ പീരീഡ് പോലെയാണ്. അതുവരെ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശരിക്കും അത് സോൾജർ അല്ല. ഇപ്പം സോൾജർ ആവുന്നതെന്ന് പറഞ്ഞാൽ ഇടയിൽ ഒരു കസം പരേഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കസം പരേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗീതേൻ്റെ മേലെ കൈവച്ച് ഒരു പ്രതിജ്ഞ എടുക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കസം പരേഡ് കഴിഞ്ഞാലാണ് നമ്മൾ ആക്ച്വലി സോൾജർ ആവുന്നത്. അതുവരെ നമ്മൾ ക്രൂഷ്യൽ ടൈം എന്ന് പറഞ്ഞാൽ കാലോ കയ്യോ പിന്നെ എന്താ പൊട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റും കിട്ടത്തില്ല. അപ്പൊ അത് ഓരോരാൾക്കും അവരവരെ റിലീജിയസ് ബിലീഫിനൊക്കെയായിട്ടുള്ള അത് കഴിഞ്ഞ് നിങ്ങൾ ശരിക്കും ഒരു സോൾജറായി. അത് കഴിഞ്ഞ് സോൾജറായി. പിന്നെ അങ്ങനെ ട്രെയിനിങ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് പോസ്റ്റിങ് ബദീന എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെ ഒരു 2-2.5 വർഷം അവിടെ ഞാൻ ഈ 1 വർഷം ടെക്നിക്കൽ ട്രെയിനിങ് മറ്റേ ഡ്രാഫ്റ്റ്മാൻ്റെ അപ്പോൾ ആ ജോലി അവിടെ ഓഫീസിലായിരുന്നു. അപ്പോൾ ഓഫീസിൽ ഉള്ള ആ ജോലിയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതും പിന്നെ ബാക്കി നോർമൽ ജനറൽ ഡ്യൂട്ടി. പിന്നെ അവിടുന്ന് വളണ്ടിയറായിട്ട് ഒരു ആപ്ലിക്കേഷൻ നിറച്ചു. പിന്നെ രാഷ്ട്രീയ റൈഫിൾ എന്ന് പറഞ്ഞ ഇന്ത്യൻ ആർമിയിൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ ആർമിൻ്റെ ആൾക്കാരുണ്ട്. അതുകൂടാണ്ട് പിന്നെ അതിൻ്റെ അകത്ത് രാഷ്ട്രീയ റൈഫിൾ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഹോം മിനിസ്റ്ററിൻ്റെ അണ്ടറിലാണ് വരുന്നത്. വേറെ ഏജൻസി അല്ലേ? അല്ല, ആർമിന്റെ ആൾക്കാർ തന്നെ, ഫുൾ ആർമിന്റെ ആൾക്കാർ തന്നെ. പക്ഷേ ഡിഫൻസ് അല്ല, ഡിഫൻസ് മിനിസ്ട്രി മാറി ഹോം മിനിസ്റ്ററിന്റെ അണ്ടറിലാണ് വരുന്നത്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അപ്പോൾ അത് ആക്ച്വലി പിന്നെ നമ്മുടെ ആൾക്കാരുടെ എണ്ണം ജമ്മു കാശ്മീരിൽ കുറച്ചിട്ട് കാണിക്കാനോ മറ്റോ അങ്ങനെ എന്തോ സംഭവമാണ്. സ്ട്രെങ്ത് കാണിക്കാണ്ട് ഇത് ഹോം മിനിസ്റ്ററിന്റെ സ്ട്രെങ്ത്തിലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ ആണ് സംഭവം ഉള്ളത്. അതിലേക്ക് വളണ്ടിയർ ആയിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് എനിക്ക് ഈ ഓഫീസിൽ ഇരുന്നിട്ടുള്ള പരിപാടി അത്ര വലിയ ഇഷ്ടമില്ലാത്ത ഇഷ്ടം. പിന്നെ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിൻ അത്രയധികം ആവശ്യമില്ല. നമുക്ക് താടി വളർത്താം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂണിഫോം ഇന്ന് തന്നെ പ്രോപ്പർ ഇട്ട് നടക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നോർമൽ യൂണിറ്റുകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പരേഡ് കാര്യങ്ങൾ അത് ഇത് പിന്നെ ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ട്. ഇതാകുമ്പം അതൊന്നുമില്ല. നമ്മളെ പണിയെടുക്കുക, പിന്നെ റെസ്റ്റ് ചെയ്യാം. RRലേക്ക് ആപ്ലിക്കേഷൻ ഇട്ട് പിന്നെ പോസ്റ്റിംഗ് വന്നു. എൻ്റെ പോസ്റ്റിംഗ് വന്നത് ജമ്മു കാശ്മീരിലെ രജോരി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത് പൊതുവെ ആൾക്കാർ താല്പര്യപ്പെട്ട് പോകുന്നൊരു സംഭവമാണോ അതോ പിന്നെ എനിക്ക് ഫീൽഡായോട് ഇഷ്ടമുള്ളതാണ് നീ പോയി? കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിന് ത്രെട്ടുള്ള സ്ഥലമാണ്. അത്രയും നമുക്ക് പുറത്ത് ബാക്കിയുള്ള സ്ഥലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ പുറത്ത് പോകാനും പുറത്ത് പോയി സിനിമ കാണാനും അതിനും ഇതിനൊക്കെ പറ്റും. എന്റർടൈൻമെന്റ് കാര്യം ഇവിടെ ഒന്നുമില്ല. ഇവിടെ നിന്ന് നമുക്ക് ഗേറ്റിന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. പുറത്തിറങ്ങണമെങ്കിൽ തന്നെ നമുക്ക് ബുള്ളറ്റ് പ്രൂഫും വെപ്പണും പിന്നെ അത് ഒറ്റക്കും ഇറങ്ങാൻ പറ്റത്തില്ല. ആൾക്കാരെ കൂടിയേ പുറത്ത് പോകാൻ പറ്റില്ല. വീട്ടിലറിയാം ഇല്ല. ഇനി ഇത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഈ പിന്നെ ആദ്യം തന്നെ നീ ആർമി പോകുമ്പോഴും ഗംഗാട്ടിന്റെയും അച്ഛനമ്മേന്റെ എല്ലാം എന്തായിരുന്നു അവർക്കും താല്പര്യം ഉണ്ടായിരുന്നു അതോ? അല്ല, അവർക്ക് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അധികം അറിയില്ല. അപ്പം പിന്നെ ഇതും അതുകൂടാണ്ട് 16 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നമ്മളെ ബാക്കിയുള്ളതിൽ 18 വയസ്സ് ആൾക്കാർ അവരവരും സൈൻ ചെയ്തിട്ടാണ് അവിടെ പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്നുള്ളൊരു സാക്ഷ്യപത്രം കൊടുക്കണം, അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു സമ്മതി പത്രം കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തിട്ടാണ് ആക്ച്വലി ഞാൻ റിക്രൂട്ട്മെന്റിന് പോയത്. റിക്രൂട്ട്മെന്റ് അല്ല, സെലക്ഷൻ ആയതിനു ശേഷം ഒരു ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടാണ് പോയത്. പക്ഷേ ഇവർക്കൊന്നും അത്രയും അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ രജോറി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയിട്ടാകുമ്പം അവിടെയും ഇതുപോലെ തന്നെ ഫസ്റ്റ് ഒരു ട്രെയിനിങ് ഉണ്ട്. ഒരു 21 ദിവസം അല്ല 21 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് ജമ്മു കാശ്മീരിൽ. പിന്നെ ജമ്മു കാശ്മീരിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ 5 മണിക്കൂർ അന്നേരം ആ സമയത്ത് പോകേണ്ട ദൂരം ഉണ്ടായിരുന്നു.
അപ്പോൾ രജോറി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ബോർഡറാണ്. അവിടെയും ഈ പ്രീ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇത് രാഷ്ട്രീയ റൈഫിൾ RR എന്ന് പറയും. അതിനകത്ത് ഇന്ത്യൻ ആർമിയിലെ ആൾക്കാരെ മാത്രമേ ഇൻഡക്ട് ചെയ്യുള്ളൂ അതോ ഇന്ത്യൻ ആർമിന്റെ ആൾക്കാർ മാത്രമാണ് പിന്നെ അവിടെയുള്ളത്. ടെററിസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള യൂണിറ്റ് ആണ്. അവർക്ക് വേറെ ഒന്നും പണിയില്ല. അവിടെ മാത്രം, ജമ്മുവിൽ മാത്രം അല്ല. രാഷ്ട്രീയ റൈഫിൾ പിന്നെ ആക്ച്വലി ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിന് വേറെ എവിടെയും ഡിപ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പം നക്സലുള്ള ഏരിയയിലൊക്കെ മാറ്റാനുള്ള ഇതെന്തോ നടക്കുന്നുണ്ടെന്ന് കേട്ടു. പക്ഷേ അറിയത്തില്ല അതിനെപ്പറ്റി. അവിടെ പോയവിടെ നമുക്ക് 21 ദിവസത്തെ ട്രെയിനിങ്. 21 ദിവസത്തെ ട്രെയിനിങ്ങിൽ എന്ന് പറഞ്ഞാൽ മൊത്തം സെപ്പറേറ്റ് ആണ്. എനിക്ക് നേരത്തെ ഞാൻ ഈ ബേസിക് ട്രെയിനിങ് ചെയ്തതിന് അല്ലെങ്കിൽ ബാക്കി ഫയറിങ്ങും കാര്യങ്ങളും അവിടെ പഠിച്ച് വന്നതെല്ലാം ഇവിടെ പഠിപ്പിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ മൊത്തം അഡ്വാൻസ് ആണ്. ഇപ്പോഴത്തെ സിനാരിയോയിൽ എങ്ങനെയാണോ പിന്നെ തീവ്രവാദികൾ പിന്നെ ഉള്ളത്, അല്ലെങ്കിൽ നേരത്തെ ഉള്ളത് കൺവെൻഷൻ വാറായിരുന്നു. അത് എന്ന് വെച്ചാൽ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. ഇതെന്ന് പറഞ്ഞാൽ CQB എന്നൊക്കെ പറയും, മറ്റേ ക്ലോസ് ക്വാർട്ടർ കോമ്പാക്ട് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ CIO കൗണ്ടർ ഇന്റലിജൻസ് ഇൻഫിൽട്രേഷൻ ഓപ്പറേഷനും CTOps കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് പഠിപ്പിക്കുക. അത്ര ഓർഗനൈസേഷൻ ഉണ്ട്, അവരെങ്ങനെയൊക്കെ എന്തൊക്കെയാണ്, അവരുടെ വെപ്പൺ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ അവരെങ്ങനെ ന്യൂട്രലൈസ് ചെയ്യേണ്ടത്, പിന്നെ അങ്ങനെയുള്ള പിന്നെ അവിടെയുള്ള സിവിലിയനായിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, പിന്നെ ബാക്കി ഫയറിങ്, മെയിനായിട്ട് ഫയറിങ്. ആ സമയത്ത് അവിടെയുള്ളൊരു ആംബിയൻസ് എങ്ങനെയാണ്? നിങ്ങളിപ്പം സിവിലിയൻസ് പൊതുവെ നിങ്ങളെ ഫേവറായിട്ടാണോ നിൽക്കുക അതോ ടെററിസ്റ്റിന്റെ ഫേവറായിട്ടാണോ നിൽക്കുക? അത് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, പിന്നെ അപ്പം അവിടെ നമുക്ക് എതിരായിട്ടുള്ള ആൾക്കാർ, ഇപ്പം നമ്മൾ ടെററിസ്റ്റ് ഉള്ള ഏരിയയിലാണ് നമ്മൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം മാവോയിസ്റ്റ് ഉള്ള ഏരിയയിലാണ് പോകുന്നത്, അവരെ സ്ട്രെങ്ത് എങ്ങനെയാണുള്ളത്, അവരെ സ്ട്രെങ്ത് പിന്നെ അവരെ ബിഹേവിയർ എങ്ങനെയാണുള്ളത്, അവരെ സ്ട്രെങ്ത്തും അവിടെയുള്ള ആൾക്കാരുമായിട്ട് നല്ല ബിഹേവാണ്, അല്ലെങ്കിൽ അവർ അവിടെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ള നാട്ടുകാർ നമുക്കെതിരെയായിരിക്കും. അപ്പം നമ്മളവിടെ പവർഫുൾ ആയിട്ടുള്ള സമയത്ത്, നമ്മൾ സ്ട്രെങ്ത് അധികമാണ്, നമ്മൾ അവിടെയുള്ള നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഓപ്പറേഷൻ സദ്ഭാവന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം അവിടെയുള്ള സ്കൂളുകൾക്ക് ഒരുപാട് ഫണ്ട് കൊടുക്കും, വായനശാല, അത് ഇതിനൊക്കെ TV, അല്ലെങ്കിൽ വയസ്സായവർക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വഴി ഉണ്ടാക്കി കൊടുക്കുന്നത്, പിന്നെ പാലുണ്ടാക്കി കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ ആർമി അവർക്ക് വേണ്ടി ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവരെ ഒരു പരിധി വരെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പം ജമ്മു കാശ്മീരിൽ ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 90% പുറത്തുനിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇവിടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, അവർക്ക് ഒരു പുതിയ സ്ഥലമാണിത്, ഇവിടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ അവിടെയുള്ള നാട്ടുകാരുമായിട്ട് നല്ല കമ്പനി ആണെങ്കിൽ ആ നാട്ടുകാർ ഉറപ്പായിട്ടും, ആ നാട്ടിലുള്ള 1-2 ആളെങ്കിലും ഉറപ്പായിട്ടും ഒരു പുതിയ ആള് ആ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ വന്ന് അറിയിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്നവർക്ക് പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ ആർമി കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പം അതേസമയം ആ ഏരിയയിൽ മിലിറ്റൻസ് ആണ് പവർഫുൾ എങ്കിൽ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അവനെ ഒറ്റിയാൽ അവന് അവിടെ നിന്ന് പണി കിട്ടും. എനിക്ക് നമ്മളിതിനൊക്കെ കശ്മീരിൽ പോയപ്പം അവരെ ഒരു പ്രിജുഡിസ് അല്ലെങ്കിൽ ഒരു പിന്നെ മുൻവിധിയുള്ള ആൾക്കാരെന്നല്ല തോന്നുന്നു. നീ പറഞ്ഞ പോലെ ആരാണ് അവർക്ക് കൂടുതൽ ഫേവർ ചെയ്യുന്നത് അവരോടൊരു ലോയൽറ്റി കാണിക്കുന്ന ഒരു രീതിയിലായിരുന്നു. മറ്റേ നമ്മളവിടുത്തെ ടൂറിസ്റ്റ് ഇപ്പോൾ ഓപ്പറേറ്റേഴ്സിൻ്റെ സംസാരിക്കുമ്പോഴും അവരുണ്ട് ആര് പൊളിറ്റിക്കൽ ആര് വന്നു കഴിഞ്ഞാലും നമുക്ക് പിന്നെ വ്യത്യാസം വലിയ ഇതൊന്നും ഇല്ലാന്നുള്ള രീതിയിൽ. ഇതെവിടെ ഞാൻ ഇപ്പം ഒരാഴ്ച മുന്നേറ്റം വായിച്ചായിരുന്നു. കശ്മീരികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാമർത്ഥ്യമുള്ളവരാണ്. പിന്നെ ആക്ച്വലി പാകിസ്ഥാൻ ഇത്രയും പൈസ ഈ കാശ്മീരിൽ ചെലവാക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം കാശ്മീരിന് നേരത്തെ അല്ല പാകിസ്ഥാന് നേരത്തെ കിട്ടുമായിരുന്നു. എന്താ വെച്ചാൽ ഇവന്മാരെന്ത് ചെയ്യുന്ന വെച്ചാൽ പാകിസ്ഥാൻ തരുന്ന പൈസ വെച്ച് വാങ്ങുകയും ചെയ്യും, പാകിസ്ഥാനോട്ട് പണി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അവർക്ക് ഈ പാകിസ്ഥാനിൽ നിന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ടെററിസ്റ്റിന് കൂടുതൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ജമ്മുവിലാണോ കാശ്മീരിലാണോ? ജമ്മു അതെന്ന സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഈ കാശ്മീർ, ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും താഴെ ജമ്മു പിന്നെ അവിടെ ഈ പലായനം ചെയ്തു വന്ന ആൾക്കാർ, നേരത്തെ കാശ്മീരിൽ നിന്ന് ഓടിച്ചിട്ട് വിട്ട ആൾക്കാർ ആണ് അധികം ഉള്ളത്. കാശ്മീരി പണ്ഡിറ്റ്സ് ഒക്കെയാണ് പിന്നെ ഈ ജമ്മു എന്ന് പറയുന്ന സ്ഥലത്ത് അധികം ഉള്ളത്. പിന്നെ അതിന് മേലെയാണ് ഈ ലെഫ്റ്റ് സൈഡ്, മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ രജോരി പൂഞ്ച് എന്ന് പറയുന്ന സ്ഥലം. പിന്നെ ഇത് പാകിസ്ഥാന്റെ ഡയറക്റ്റ് ബോർഡർ ആയിട്ട് വരുന്നത്. രജോരി ഡയറക്റ്റ് ബോർഡർ അല്ലേ? പിന്നെ രജോരി പൂഞ്ച്, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ നടുക്ക് ഒരു പീർ പഞ്ചാൽ എന്ന് പറഞ്ഞൊരു മലയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ റൈറ്റിലാണ് ഈ കശ്മീർ എന്ന് പറയുന്നത്.
കശ്മീർ, ഈ ഡൽ ലേക്കും ബാക്കി ഇതൊക്കെ ഉള്ളത്. ഈ രജോരി സൈഡിലൊക്കെ ഐസ് അങ്ങനെ താഴെ വീഴുന്ന സ്ഥലമല്ല, മേലെ മലയിൽ മാത്രമേ വീഴത്തുള്ളൂ. പക്ഷെ ഇപ്പുറം പിന്നെ ഈ കശ്മീർ ഫുൾ ഐസ് വീഴുന്ന സ്ഥലം. അത് കഴിഞ്ഞ് പിന്നെയും അതിന്റെ മേലെയുള്ള സ്ഥലമാണ് ഈ ലേ ലഡാക്ക്. അപ്പം ഇങ്ങനെ ഒരു 4 പാർട്ടായിട്ടാണ്. രാഷ്ട്രീയ റൈഫിൾസ് ഉള്ളത് ഈ രജോരി, പൂഞ്ച്, പിന്നെ അതുപോലെ ഈ കാശ്മീരിൽ മൊത്തം ഉണ്ട്. കാശ്മീരിൽ മൊത്തം രാഷ്ട്രീയ അവരുടെ ബേസ് ഇന്ത്യൻ ആർമിന്റെ അതുപോലെ തന്നെ സെയിം. പിന്നെ പക്ഷേ വെപ്പണും കാര്യങ്ങളൊക്കെ മൊത്തം ചേഞ്ച് ആണ്. ഇന്ത്യൻ ആർമി പിന്നെ ഇന്ത്യൻ ആർമി നോർമൽ പിന്നെ ഇൻസാസ് എന്ന് പറഞ്ഞ റൈഫിളാണ് നോർമൽ പ്രൈമറി വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതേ സമയം ഈ RRലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ AK-47 ആണ് നോർമൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യൻ ആർമിന്റെയും വെപ്പണൊക്കെ ഇപ്പം പുറത്തുനിന്നൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ ആ സമയത്തൊക്കെ യൂസ് ചെയ്തത് ഇന്ത്യൻ ആർമിക്ക് ഇതുവരെ AK-47 കിട്ടിയിട്ടില്ല. അല്ലല്ല, ഇന്ത്യൻ ആർമി ഈ RRഉം ഇന്ത്യൻ ആർമി തന്നെയാണ്. പക്ഷെങ്കിൽ മോസ്റ്റ്ലി പിന്നെ ഇന്ത്യൻ ആർമിന്റെ യൂണിറ്റുകളിൽ യൂസ് ചെയ്യുന്നതാണ് ഈ പിന്നെ ഇൻസാസ് എന്ന് പറഞ്ഞ വെപ്പൺ. AK-47 ഇതുപോലുള്ള ഓപ്പറേഷണൽ ഏരിയയിൽ. അതേസമയം ഈ പിന്നെ ഇന്ത്യൻ ആർമിന്റെ തന്നെ ഒരു ഇൻഫൻട്രി ബറ്റാലിയനാണ് ജമ്മു കാശ്മീരിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അവർ ഇൻസാസ് അല്ല അവിടെ യൂസ് ചെയ്യുക, അവിടെ ഈ AK-47 ആണ് യൂസ് ചെയ്യുക. ഇൻസാസ് ഇന്ത്യൻ മെയ്ഡാണ്. ഇന്ത്യൻ മെയ്ഡാണ്. പക്ഷെങ്കിൽ അതൊരു അത്ര ഒരു സുഖൂല വെപ്പൺ അല്ല. ഓട്ടോമേറ്റഡ് റൈഫിൾ അല്ലേ? ഓട്ടോമാറ്റിക് വെപ്പൺ എന്ന് പറഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് വെപ്പണാണ്. അതിന് 2 ഓപ്ഷൻ ഉണ്ടാകും. 2 അല്ല, അതിൽ 3 ഓപ്ഷനാണ് ഉള്ളത്. പിന്നെ സിംഗിൾ ഫയർ, ഒരു പ്രാവശ്യം ഞെക്കി ഒരു സിംഗിളായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ 2 ബുള്ളറ്റ്. അതുപോലെ തന്നെ പിന്നെ ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക്കലി പറയുന്നുണ്ട്, ഒന്ന് പ്രസ് ചെയ്ത് 2 അതുണ്ട്. പക്ഷേ AK-47 അങ്ങനെയല്ല. AK-47 പിന്നെ 2 ഒന്ന് സിംഗിളായിട്ട് ഫയർ ചെയ്യാനും പിന്നെ ഒന്ന് ബ്രസ്റ്റ്, ഒരു മാഗസീൻ ബ്രസ്റ്റ് ഒരിക്കൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നേരം പ്രസ് ചെയ്യുമ്പോൾ മാഗസീനിൽ എത്ര റൗണ്ട് ഉണ്ടോ അത്രയും തീരും. AK-47 എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് യൂസ് ചെയ്യാൻ ഈസി എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ അതിന് മെയിൻ്റനൻസ് കുറവാണ്. വളരെ കുറവാണ്. അപ്പൊ അത് പ്രൊക്യൂർ ചെയ്യാൻ ഒരു പ്രോട്ടോകോൾ അങ്ങനെയൊന്നും ഇപ്പം ടെററിസ്റ്റിന് കൊടുക്കുന്നത് ഇപ്പം പാകിസ്ഥാൻ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ വെപ്പൺ കൊടുത്തിട്ട് ഇവിടെ വിടുന്നു. അവരവിടെ അത് ഈ പ്രോപ്പർ ഗവൺമെന്റ് ചാനലിലൂടെ അല്ലാതെ AK-47 ആർക്കും പ്രൊക്യൂർ ചെയ്യാൻ പറ്റൂല. മിലിറ്റന്റ് ഗ്രൂപ്പിനോ പറ്റുന്ന പറഞ്ഞാൽ അവരെവിടുന്നെങ്കിലും പിന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പിന്നെ നമ്മൾ ലക്ഷദ്വീപിൽ കുറച്ച് ദിവസം മുന്നേ AK-47 പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അത് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മൂന്നുപേരും ഒരു പിന്നെ മാവോയിസ്റ്റ് ആണെന്നിരിക്കുക. വേറെ ഏതെങ്കിലും രാജ്യം ഇപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ ചൈനയാണ് പിന്നെ വെപ്പൺ പ്രൊക്യൂർ ചെയ്യുന്നത്. അമേരിക്കന്റെ വെപ്പണും പിന്നെ അവരും നമ്മളൊക്കെ ഒരുപാട് അഡ്വാൻസ് ഇത് പൈസ വാങ്ങിയിട്ടാണോ അതോ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലാ രാജ്യവും ഇത് ചെയ്യുന്നുണ്ട്. മുമ്പ് US ഒസാമനെ സപ്പോർട്ട് ചെയ്ത പോലെ റഷ്യ അൽഖ്വയ്ദനെ ഉണ്ടാക്കിയ പോലെ, അല്ലെങ്കിൽ അൽഖ്വയ്ദനെ അമേരിക്ക ഉണ്ടാക്കിയത്, അമേരിക്ക അൽഖ്വയ്ദനെ ഉണ്ടാക്കിയ പോലെ. അതുപോലെ ഓരോ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്യും. നമ്മളിവിടെ നടക്കുന്ന ഈ മാവോയിസും സെയിം അതുപോലെ തന്നെ. നോർത്ത് ഈസ്റ്റിൽ ചൈന തന്നെ ആയിരിക്കും. നോർത്ത് ഈസ്റ്റിൽ ചൈന ഫണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ISI പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഈ പിന്നെ ജമ്മുവില് ഉണ്ടായത് നീ RRൽ മാത്രം, അതിനുശേഷം ജമ്മുവിൽ RRൽ ഉണ്ടായി. അവിടുന്ന് RRൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത് ഒരു വളണ്ടിയർ ആപ്ലിക്കേഷൻ ഇട്ടു. അത് NSGക്ക് വേണ്ടിയിട്ട്. അപ്പോൾ NSGയിലേക്ക് വേണ്ടി വളണ്ടിയർ ആപ്ലിക്കേഷൻ ഇട്ട് പിന്നെ എൻ്റെ ഏകദേശം അവിടെ ഒരു 2.5 കൊല്ലം ആയ സമയത്ത് അവിടെ ഒരു 2.5 കൊല്ലം ആയതിനു ശേഷം അപ്പൊ അവിടുന്ന് പിന്നെ പോസ്റ്റിംഗ് അവിടെ NSGയിലേക്ക് എന്റെ അപ്ലിക്കേഷൻ സാങ്ഷൻ ആയി. പോസ്റ്റിംഗ് എന്റെ വന്നു. പോസ്റ്റിംഗ് വരുമ്പോൾ എന്നോടും എന്റെ കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞു എവിടെയാ പോകുന്നു അറിയാലോ. മീൻസ് പിന്നെ അവിടെ 3 മാസത്തെ പ്രൊബഷൻ ആണ്. അല്ല, നീ അതിന്റെ ഇൻഡക്ഷൻ മുതൽ പറ. അതായത് നീയായിട്ട് വോളണ്ടറിലി അപ്ലൈ ചെയ്തതിനു ശേഷം പിന്നെ വേക്കൻസി വരുമ്പോൾ നമ്മളെ വിളിക്കും. അതായത് NSGയിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ഇന്ത്യൻ ആർമിയിൽ പിന്നെ ഇന്ത്യൻ ആർമിയിലുള്ള മാത്രമല്ല പിന്നെ നമ്മളെ CRPF അല്ലെങ്കിൽ CISF ആർക്കും വേണ്ടി അപ്ലൈ ചെയ്യാം. സെൻട്രൽ ആർംഡ് ഫോഴ്സിലെ ആർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഇന്ത്യൻ ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്റ്റേറ്റ് പോലീസിന് പറ്റുമോ? സ്റ്റേറ്റ് പോലീസിന് പറ്റത്തില്ല. ഇല്ല. പിന്നെ പക്ഷെങ്കിൽ അതിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ഇന്ത്യൻ ആർമിയിലുള്ളവരെ എടുക്കുന്നത് ഒരു SAG എന്ന് പറയും, സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ്.
2 SAG ഉള്ളത്, സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് 2 ഉള്ളത്, പിന്നെ സപ്പോർട്ട് വെപ്പണ്, പിന്നെ അതുപോലെ 2-3 വേറെ യൂണിറ്റ് ഉണ്ട്. ഇതിലേക്ക് മാത്രമാണ് ഇന്ത്യൻ ആർമിക്കാർ എടുക്കുക. ബാക്കി ഈ സെൻട്രൽ റിസർവ് പോലീസ് അല്ലെങ്കിൽ മറ്റേ CPO, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ, അതിൻ്റെ അകത്തുള്ള ആൾക്കാർ എടുക്കുന്നതെന്ന് വെച്ചാൽ SRG എന്ന് പറയും, സ്പെഷ്യൽ റേഞ്ചേഴ്സ് ഗ്രൂപ്പ്. അവരാണ് ഈ VIP പ്രൊട്ടക്ഷൻ ഒക്കെ ഇല്ലേ, ഇപ്പം ചന്ദ്രബാബു നായിഡു അല്ലെങ്കിൽ SAG, സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ മേജർ, പിന്നെ 51, 52 ഈ 2 SAG ഉള്ളത്. പിന്നെ ബാക്കിയുള്ളതാണ് ഈ SRG എന്ന് പറഞ്ഞ റേഞ്ചേഴ്സ് ഗ്രൂപ്പ്. ഈ റേഞ്ചേഴ്സ് ഗ്രൂപ്പാണ് VIP പ്രൊട്ടക്ഷൻ ഇപ്പം വളരെ കുറവാണ്. Z+ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. നമ്മളെ യോഗി ആദിത്യനാഥൻ, പിന്നെ അതുപോലെ ഈ ചന്ദ്രബാബു നായിഡു, അങ്ങനെ എന്റെ പോസ്റ്റിംഗ് അവിടത്തേക്ക് വന്നു. അവിടത്തേക്ക് വന്നപ്പോ എന്ന് പറഞ്ഞാല് അവിടെ നമ്മളെ ഗേറ്റിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം വരുന്ന ഒരു സ്ഥലമാണ്. എന്താ വെച്ചാല് അവിടെ ആൾക്കാർ ഡൽഹിയില്, പിന്നെ ന്യൂഡൽഹിന്ന് ഹരിയാനയിലാണ് ആക്ച്വലി. അപ്പൊ അവിടെ അതിന്റെ അകത്ത് കയറി കാണുമ്പോൾ തന്നെ നമുക്ക് ഗേറ്റിന്റെ അകത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മൊത്തം ബ്ലാക്ക് ഡ്രസ്, പിന്നെ താടി വെച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ തൊപ്പിയൊക്കെ മാറ്റം, വെപ്പണ് മാറ്റം, നമ്മൾ ഇതുവരെ കാണാത്ത ജർമ്മനീന്റെ വെപ്പൺ. NSGയും ഹോം മിനിസ്ട്രിന്റെ കീഴിലുള്ള ഏജൻസി ഫുൾ അത് ഹോം മിനിസ്ട്രിന്റെ. എന്താ വെച്ചാൽ നമ്മൾ സീനിയർ, ഏറ്റവും മേലെയുള്ള സീനിയർ IG, DIG ഒക്കെ അവരൊക്കെ പിന്നെ പോലീസിന്റെ IPS ഓഫീസറാണ്. പക്ഷെ അതിന് താഴെ നമ്മളെ ഫോഴ്സ് കമാൻഡർ കാര്യങ്ങളൊക്കെ മിലിറ്ററി ഇൻസ്ട്രക്ടർ ഈ പറയുന്ന പോലീസ് ഡെസിഗ്നേഷൻ വരും അല്ലേ? പിന്നെ ഫോഴ്സ് കമാൻഡറിന്റെ മേലെ ലെവലില് പോലീസിന്റെ IPSന്റെ ആൾക്കാരാണ് പോയി പുതിയ വെപ്പണം. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ 51 SAG എന്ന് പറഞ്ഞാല് അതൊരു ഭയങ്കര ഒരു ഫ്രണ്ട്ലി യൂണിറ്റ് ആണ്. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാല് അവിടെയുള്ള ആൾക്കാർ ഭയങ്കര തഗ് ആൾക്കാരാണ്, ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. 52 ഉണ്ട് നമ്മളെ സമയത്ത്. 52 ഒരു കുറച്ചൊരു കൺജസ്റ്റഡ് മൈൻഡുള്ള, അത് ഈ പറയുന്ന നിങ്ങളെ ഫോഴ്സ് ഇൻസ്ട്രക്ടറെ പിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോഴ്സ് കമാൻഡർ അല്ല, പിന്നെ ആക്ച്വലി അത് കമാൻഡിങ് ഓഫീസർ എങ്ങനെയാന്നുള്ളത് അനുസരിച്ചിട്ടാണ്. കമാൻഡിങ് ഓഫീസർ ഒരു യൂണിറ്റിന് കുറച്ചൊരു പിന്നെ ഫ്രീഡം കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അവര് ഒന്ന് മേലെ നിന്ന് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ താഴെ വരെയുള്ള ആൾക്കാർ ടൈറ്റ് ആയിട്ടിരിക്കും. ഇപ്പം കുറച്ചൊന്ന് ലൂസാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇതായിരിക്കും. അപ്പം ഞാൻ പോകുന്ന സമയത്ത് പിന്നെ ഒരു കുമാവു റെജിമെന്റിന്റെ കമാൻഡിങ് ഓഫീസർ ആയിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അപ്പം ഭയങ്കര ഫ്രീഡം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് താടിയൊക്കെ വെച്ച് യൂണിഫോം ഒന്നും, ഒരാൾ ഒരു യൂണിഫോം ആണെങ്കിൽ 10 ആളെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ 10 ആളും 10 തരത്തിലുള്ള ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടാവും. ഒരാൾ മറ്റേ റണ്ണിങ് ഷൂ ആയിട്ടിട്ടുണ്ടാവും, ഒരാൾ ബൂട്ട് ആയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ അപ്പോൾ പലതരത്തിലുള്ള ഡ്രസ്സ്. നീ അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ് ആ യൂണിറ്റിലേക്ക് പോകും. ആ യൂണിറ്റിലേക്ക് പോയതിനു ശേഷം നെക്സ്റ്റ് എപ്പോഴാണ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്നത്, ആ സമയത്ത് നമ്മൾ ട്രെയിനിങ് സെന്റർ തൊട്ടടുത്തുണ്ട്. ആ ട്രെയിനിങ് സെന്ററിലേക്ക് നമ്മളെ വിടും. അല്ല, ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്യണമെങ്കിൽ നീ NSGയിലേക്ക് വരാൻ ഫിറ്റ് ആണോ എന്ന് ഫസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യണ്ടേ? ഇല്ല, അങ്ങനെയല്ല. ഇത് സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു യൂണിറ്റിൽ നിന്ന് ഒരാളെ വിടുന്നുണ്ടെങ്കിൽ യൂണിറ്റിന് ഒരുപാട് നഷ്ടമാണ് ഒരാളെ ഈ പ്രൊഫഷനിലേക്ക് വിടുന്നത്. ആർമി യൂണിറ്റിന് NSGയിലേക്ക് വിടുന്നു. പ്രൊഫഷൻ ടൈമിൽ അവർക്ക് ഒരു പകരക്കാരനെ കിട്ടൂല. ഇപ്പം ഞാനും പ്രദീപ് വന്ന് ഒരു യൂണിറ്റിൽ ഇപ്പം ഡ്രാഫ്റ്റ്മാൻ ആയിട്ടുള്ളതെന്ന് വെച്ചു. അപ്പം ഞാൻ ഇവിടുന്ന് അപ്ലിക്കേഷൻ എഴുതിയിട്ട് പോകുന്നു. അപ്പം ആ ലോഡ് നിങ്ങൾക്ക് വന്നു. നിങ്ങൾക്ക് ആ സമയത്ത് ലീവ് പോകാനോ ബാക്കിയുള്ള കാര്യത്തിനോ ഒന്നും പറ്റത്തില്ല. അതേ സമയമാണ് ഞാൻ പോസ്റ്റഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പകരം വേറെ ഒരാൾ ഇവിടെ വരും, വേറെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രൊബേഷൻ കഴിയുന്നവരെ ഈ പറയുന്ന ഇന്ത്യൻ ആർമിക്ക് വേറെ ആൾ എടുക്കാനും നിർവാഹമില്ല, ഇല്ല, പറ്റത്തില്ല. അപ്പം അതൊരു അവർക്ക് ആ ടൈം ഡ്യൂറേഷൻ വേസ്റ്റ് ആണ്. വേസ്റ്റ് എന്നല്ല, കുറച്ച് വിഷമാണ്. അപ്പം ആ സമയത്ത് ഒരു യൂണിറ്റ് ഒരിക്കലും അൺഫിറ്റായ ഒരാളെ അങ്ങോട്ടേക്ക് വിടില്ല. അവൻ ഇവിടുന്ന് പിന്നെ പോകുന്ന ഒരു മാസം അവിടെ ട്രെയിനിങ് ഫെയിലായി തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു മാസം വേസ്റ്റ് ആവുക. അതേസമയം ഈ ഒരാൾ പെർമനന്റ് അവിടെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അവന് പകരം ഒരാൾ കിട്ടും. അത് കൂടാണ്ട് ഇപ്പം എൻ്റെ യൂണിറ്റിൽ നിന്ന്, ഞാൻ ഒരു കമാൻഡിങ് ഓഫീസർ ആണെങ്കിൽ എൻ്റെ യൂണിറ്റിൽ നിന്ന് ഒരു ആളെ ഞാൻ വിടുന്നു. അവൻ അവിടെ പോയി അവൻ ഫെയിലായിട്ട് പിന്നെ തിരിച്ചു വരുവാന്ന് പറയുന്നത് യൂണിറ്റിനും ഓഫീസറിനും നാണക്കേടാണ്. അപ്പോൾ എപ്പോഴും പിന്നെ ഫിസിക്കലി നല്ല ഫിറ്റായ നല്ല ആൾക്കാരെ അങ്ങോട്ടേക്ക് വിടത്തുള്ളൂ. അപ്പോൾ അവിടെ പോയി പിന്നെ നമ്മളെ ഒരാഴ്ചയോളം നമ്മൾ ഈ യൂണിറ്റിൽ നോർമൽ പീറ്റിങ് കാര്യങ്ങളും ചെറിയ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ബാക്കിയുള്ള പണിയിലൊന്നും വിളിക്കത്തില്ല. പിന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രെയിനിങ് സെൻറ്ററിലേക്ക് നമ്മൾ വിടും. ട്രെയിനിങ് സെൻറ്ററിലേക്ക് നമ്മൾ പോകുന്നു. പിന്നെ ട്രെയിനിങ് സെൻറ്ററിൽ അവിടെ കാലുകുത്തി അന്ന് മുതൽ 3 മാസം നമ്മളെ ടോർച്ചറാണ്.
ടോർച്ചർ എന്ന് പറഞ്ഞാൽ ഹെവി ടോർച്ചർ. അതായത് ഫിസിക്കലി ആൻഡ് മെന്റലി സ്ട്രെസ് തന്നുകൊണ്ടിരിക്കുക. സ്ട്രെസ് തന്നുകൊണ്ടിരിക്കലില്ല, അവരെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 700ഓളം ആൾക്കാർ ട്രെയിനിങ്ങിന് വരും, 700 അടുത്ത ആൾക്കാർ ട്രെയിനിങ്ങിന് വരും. ഈ 700 ആൾക്കാരിന് എത്ര ആൾക്കാരെ അവർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അത് അവർ നോക്കുക. ഞാൻ അതാ ചോദിച്ചേ. ഇപ്പം നീ പോയി കഴിഞ്ഞാൽ NSGയിലേക്ക് ഇൻഡക്ട് ചെയ്തതിന് മുന്നേ അത് ഓക്കെ, ഇന്ത്യൻ ആർമിയിൽ നിങ്ങളെല്ലാം ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ആണ്, ഇന്ത്യൻ ആർമിയിലുണ്ട്. പക്ഷെ NSG എന്ന് പറഞ്ഞ ഏജൻസി അവരുടെ ആക്ച്വലി എയിം എന്താണ്? നാഷണൽ സെക്യൂരിറ്റി ഗാർഡല്ലേ? നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. അപ്പൊ അവര് ഈ ആക്ച്വലി കുറച്ചും കൂടെ കോമ്പീറ്റന്റ് ആവണമെന്നാണ് അവര്. ഇന്ത്യൻ ആർമിന്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പാരച്യൂട്ട് കമാൻഡോസ് ആണ്. അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്, സ്പെഷ്യൽ വെപ്പണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എല്ലാം അവരും 100% വളണ്ടിയേഴ്സ് ആണ്. ആരും വേറെ ആൾ പറഞ്ഞിട്ട് ജോലി ചെയ്യുന്നവരല്ല, എല്ലാവരും സ്വന്തം ഇഷ്ടത്തോടെ അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരാണ് ഏറ്റവും ടഫ് ഇന്ത്യൻ ആർമിയിൽ. അപ്പൊ അവരെ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺവെൻഷണൽ വാർ, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവർ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ NSG ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ടൈമിലാണ് NSG ഉണ്ടാക്കിയത്. NSG എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ്റെ പുറത്ത് ആഭ്യന്തര പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്ത് മറ്റേ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ശ്രീലങ്കയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആർമിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ യൂണിറ്റ്, ഒരു മിനിസ്റ്ററിനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു കിഡ്നാപ്പ് നടന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ കുറച്ച് മിലിറ്റന്റ് വന്നു, അതിനൊക്കെ ഉള്ളിലുള്ള കാര്യത്തിന് നമുക്ക് ആർമിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതും എനിക്കൊന്ന് 2-3 വിങ് ഉണ്ടല്ലേ, അതായത് കൗണ്ടർ ടെററിസം അല്ലെ ബോംബ് ഡിറ്റക്ട്, അങ്ങനെ വേറെ ഇതുണ്ടോ? അതാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്. SAG എന്ന് പറഞ്ഞത്, SAGന്റെ പണി എന്ന് പറഞ്ഞാൽ SAG മെയിനായിട്ട് 2 51, 52. അപ്പോൾ 51ന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ, ബിൽഡിങ്ങുകൾ, ബസ്, ട്രെയിൻ അല്ലെങ്കിൽ മെട്രോ ട്രെയിൻ, നക്സൽ ഏരിയയിൽ എന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ അകത്ത് ഉള്ള നോർമൽ ഓപ്പറേഷൻ എല്ലാം 51 ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 52ന്റെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ആന്റി ഹൈജാക്കിംഗ്. എയർക്രാഫ്റ്റ് ഹൈജാക്ക് ആയി കഴിഞ്ഞാൽ ഹൈജാക്ക് ആയി കഴിഞ്ഞാലല്ല, ഹൈജാക്ക് ആവാതിരിക്കാനും അതുപോലെ തന്നെ ഹൈജാക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതിന് വേണ്ടിയിട്ടുള്ളതാണ് 52. പക്ഷെ സെയിം ടൈം ഈ 51 SAGക്ക് 52ന്റെ ട്രെയിനിങ്ങും കൊടുക്കും. ആന്റി ഹൈജാക്കിങ്ങിന് ട്രെയിനിങ്ങും 51നും കൊടുക്കും. അതുപോലെ 52ന് ആന്റി ടെററിസത്തിന്റെ ട്രെയിനിങ്ങും നോർമൽ 51ന്റെ ഡ്യൂട്ടി എന്താണോ അതും കൊടുക്കും. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ റിക്വയർമെന്റ് നമുക്ക് ഉണ്ടെങ്കിൽ 52ന് നമുക്ക് എടുക്കണം. നമ്മളെ ജോലി അവർക്ക് പറയാം, അപ്പോൾ അവരെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്ലൈറ്റിന്റെ കാര്യത്തിൽ ഇപ്പം സ്കൈ മാർഷൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 3-4 ഫ്ലൈറ്റിൻ്റെ ഒരു ഫ്ലൈറ്റിൽ അറ്റ്ലീസ്റ്റ് 3 അല്ലെങ്കിൽ 4 കമാൻഡോസ് പോകും നോർമൽ സിവിൽ ഡ്രസ്സിൽ. നമുക്കായിരിക്കും കണ്ടാൽ മനസ്സിലാകത്തില്ല, അതിന് സ്കൈ മാർഷൽ എന്ന് പറയാം. അവരുടെ കയ്യിൽ വെപ്പൺ ഉണ്ടാവും, അവർ സാധാരണ ആൾക്കാരെ പോലെ ഇരുന്നിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യും. തിരിച്ച് യാത്രയല്ല ആക്ച്വലി അവരുടെ ഡ്യൂട്ടിയാണ്. അത് ഇങ്ങനെ ടിപ്പ് കിട്ടിയാലല്ല, പിന്നെ അത് ആക്ച്വലി അവരൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ റൂട്ടിലുള്ള ഫ്ലൈറ്റിന് ഇപ്പം ഈ 100-150 ഫ്ലൈറ്റിനോ മറ്റോ ബോംബിന്റെ ഭീഷണി ഉണ്ടായിരുന്നില്ല. അതുപോലെ ഭീഷണി എന്നല്ല, പിന്നെ റൂട്ടിന് അത് ഈ IB കാര്യങ്ങളൊക്കെയാണ് ഇന്റലിജൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഫ്ലൈറ്റിൽ ഡ്യൂട്ടി നമ്മൾ 51 ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2 യൂണിറ്റായി 51, 52. അത് കഴിഞ്ഞ് പിന്നെ സപ്പോർട്ട് വെപ്പൺ ഉണ്ട്. സപ്പോർട്ട് വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് വെപ്പൺ സ്ക്വാഡ് എന്ന് പറയുന്നത് SWS. അവരുടെ കയ്യിൽ ഹെവി വെപ്പൺസ് ആണ്. പിന്നെ റോക്കറ്റ് ലോഞ്ചർ മുതൽ ബാക്കിയുള്ള മോട്ടാർ, ബാക്കിയുള്ള വെപ്പൺസ്. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ സ്കൂബ ടീം ഉണ്ടാവും, അണ്ടർ വാട്ടർ എക്സ്പ്ലോസീവിന്റെ ടീം ഉണ്ടാവും. അതുപോലെ തന്നെ ബോംബ് ഡിറ്റക്ഷൻ, BDS എന്ന് പറഞ്ഞ ബോംബ് ഡിസ്പോസൽ യൂണിറ്റ് ഉണ്ട്, BDU. അപ്പൊ അത് വേറെ ഉണ്ട്. പിന്നെ ഡോഗിന്റെ K9 യൂണിറ്റ് വേറെ ഉണ്ട്. അതിൽ തന്നെ ബാക്കി മെഡിക്കലിന്റെ വേറെ ഉണ്ട്. അങ്ങനെ ഇപ്പോ 51ന് ഒരു ടാസ്ക് അസൈൻ ആയിരിക്കുക. അപ്പൊ അതിനൊരു ടീം പോവുകയാണെങ്കിൽ അതിനകത്ത് ഈ BDSലെയും K9ലെയും എല്ലാം. പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഹെഡ് ക്വാർട്ടർ സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ബാക്കിയുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഹെഡ് ക്വാർട്ടർ സ്ക്വാഡ്. അത് കഴിഞ്ഞ് പിന്നെ 1, 2, 3 അങ്ങനെ ഓരോ സ്ക്വാഡനാണ്. 1 സ്ക്വാഡൻ, 2 സ്ക്വാഡൻ, 3 സ്ക്വാഡൻ. ഈ ഒരു സ്ക്വാഡൻ അറ്റ് എ ടൈം പിന്നെ അലേർട്ടിലുണ്ടാവും. അലേർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പോകേണ്ട ടീമാണ്, ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യേണ്ട ടീം. അവരെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അലേർട്ടായിരിക്കും.
ഫുൾ ടൈം അവരെവിടെ പോകുന്നുണ്ടെങ്കിലും പിന്നെ ഒരുമിച്ചിട്ടേ പോകുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അധികം ദൂരം യൂണിറ്റ് വിട്ടിട്ട് അധികം ദൂരം പോകാൻ പറ്റത്തില്ല. എല്ലാവരുടെ കയ്യിലും റേഡിയോ സെറ്റ് ഉണ്ടാവും, വയർലെസ് ഉണ്ടാവും. ഒരു കൺട്രോൾ റൂമുണ്ട്. കൺട്രോൾ റൂമിൽ നിന്ന് മെസ്സേജ് വയർലെസ്സിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ വയർലെസ്സിൽ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിനുള്ളിൽ പിന്നെ പറഞ്ഞ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുന്ന വിധത്തിലായിരിക്കും ഇവർ ട്രെയിനിങ് ചെയ്യുന്നതായാലും പെട്ടെന്ന് എത്തിപ്പെടണം. അവരുടെ ബാഗ് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും. ഒരു 1 വീക്ക് സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങൾ അത് എല്ലാവരും അവരവരുടെ ബാഗ് പ്രിപ്പയർ ആയിരിക്കും. അവരുടെ ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റ് എപ്പോഴും അവരുടെ ബാഗിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ അവരുടെ വെപ്പണ് കാര്യങ്ങളൊക്കെ എപ്പോഴും വണ്ടിയിൽ ലോഡായിരിക്കും. അവരാണ് ഉദ്ദേശിക്കുന്ന കാര്യം ഈ അലേർട്ട് സ്ക്വാഡൻ ഇല്ലേ, ഈ സ്ക്വാഡൻ അലേർട്ട് ടീമിന്റെ ആൾക്കാരെ വെപ്പൺ 5 ആൾക്ക് കൂടിയിട്ടും ഒരു വലിയ ബോക്സ്, കറുത്ത ബോക്സ്, വലിയൊരു ഡഫിൾ ബാഗ്, വലിയൊരു ബാഗ്, പിന്നെ ബാക്കി റോപ്പ് കാര്യങ്ങൾ, അങ്ങനെ 5 ആൾക്ക് വെച്ചിട്ടുണ്ടാവും. 5 ആൾ കൂടിയിട്ട് ഒരു ഹിറ്റ് എന്ന് പറയാം. HIT ഹൗസ് ഇന്റർവെൻഷൻ ടീം. ഈ 4 ഹിറ്റ് കൂടിയിട്ട് ഒരു ടീമാവും. അപ്പൊ അങ്ങനെ ഓരോ ടീമിന്റെ സാധനങ്ങൾ വണ്ടിയിൽ ഓൾറെഡി ലോഡായിരിക്കും. അതായത് പിന്നെ ഇവരുടെ ഈ ഹിറ്റ് ടീമിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 51-51 സപ്പോർട്ട് ചെയ്ത് ഇവരാണ് പിന്നെ 51 എന്ന് പറഞ്ഞാൽ ഇവരാണ് ഏറ്റവും ഫസ്റ്റ് മൂവ് ആവുക. ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യേണ്ടതാണ് പിന്നെ ഈ അലേർട്ട് സ്ക്വാഡ് എന്ന് പറയുന്നത്. ഞാൻ 3 സ്ക്വാഡ് എന്ന് പറഞ്ഞല്ലേ, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സ്ക്വാഡിനായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. ഇപ്പം ആ സമയത്ത് 2 മാസത്തേക്കോ മറ്റോ ആയിരുന്നു ഒരു സ്ക്വാഡ് അലേർട്ടിൽ ഉണ്ടാകുന്നത്. അപ്പം ഈ അലേർട്ടിൽ ഉണ്ടാകുന്ന സ്ക്വാഡ് പിന്നെ പെർഫെക്റ്റ് ആയി എപ്പോഴും റെഡി ആയിട്ട് നിൽക്കണം. അവർ 2 മിനിറ്റ് സമയം കിട്ടും. അവർ പറഞ്ഞ സ്ഥലത്ത് എത്തണം, അവർ വണ്ടിയിൽ കയറണം, മൂവ് ആവണം. മൂവായി കഴിഞ്ഞാൽ ഈ മാനേസർ മുതൽ ഡൽഹി എയർപോർട്ട് വരെയുള്ള ടൈം ആണ് പിന്നെ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം. നമുക്ക് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് അവിടെ എപ്പോഴും റെഡി ആയിരിക്കും. 24 hours പിന്നെ 3-4 ഫ്ലൈറ്റ് അവിടെ റെഡിയാണ് ഡൽഹി എയർപോർട്ടിനകത്ത്. ഫ്ലൈറ്റിലേക്ക് ഈ ട്രക്കിൽ സാധനങ്ങൾ നമ്മൾ ലോഡ് ചെയ്യും. പിന്നെ അതെല്ലാം വെറും വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ഡൽഹി എയർപോർട്ടിലേക്ക് ദൂരമുണ്ട്. അന്നേരൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ മറ്റോ ടൈം ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡൽഹി എയർപോർട്ടിന് അടുത്ത് തന്നെ പുതിയ ഒരു സ്ഥലം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഈ അലേർട്ട് ടീമിന് അതിന് തൊട്ടടുത്ത് വെച്ചു. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗേറ്റ് തുറക്കേണ്ട വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ നേരത്തെ ഈ 1.5 മണിക്കൂർ കുറഞ്ഞ് വെറും മിനിറ്റുകൾ മാത്രമായി. അപ്പം ഡയറക്റ്റ് 2 ഗേറ്റും തുറന്ന് അങ്ങോട്ട് കയറും. അങ്ങ് കയറി പോവുക, ഫ്ലൈറ്റിൽ ലോഡ് ചെയ്യുക. അതാണ് ഈ അലേർട്ട് സ്ക്വാഡൻ. ഇപ്പം 3 സ്ക്വാഡൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് 1 സ്ക്വാഡൻ അലേർട്ടിലാണെങ്കിൽ 2 സ്ക്വാഡൻ ട്രെയിനിങ്ങിലായിരിക്കും. ഈ 2 സ്ക്വാഡൻ 2 മാസം ട്രെയിനിങ് ചെയ്യും. 3 സ്ക്വാഡൻ ലീവിലുണ്ടാവും ഈ 2 മാസം. അപ്പം പറ്റുന്നത്ര ആൾക്കാരാണ് അവർ ലീവിൽ വിടും. ഈ 2 സ്ക്വാഡൻ ഈ 2 മാസം ഫുൾ ട്രെയിനിങ്ങിലായിരിക്കും. ഫുൾ ട്രെയിനിങ് ചെയ്യുന്ന ഇവരെ പെർഫെക്റ്റ് ആയതിനു ശേഷം, പെർഫെക്റ്റ് ആയെന്നല്ല, ഈ 2 മാസം കഴിഞ്ഞ ശേഷം ഇവരെ എടുത്തിട്ട് അലേർട്ടിലേക്ക് ഇടും, അതിന് ഓപ്പറേഷനിലേക്ക് ഇടും. ഈ 2 മാസം ഇവർ ഫുൾ ട്രെയിനിങ് ചെയ്തു. ബാക്കിയുള്ളവരും ട്രെയിനിങ് തന്നെ ചെയ്യുന്നത്. അലേർട്ടിലുള്ള ടീമും റെസ്റ്റ് ഒന്നല്ല ചെയ്യാം, അവർ ട്രെയിനിങ് തന്നെ ചെയ്യുക. പക്ഷെ അധികം ദൂരം പോയിട്ടുള്ള പരിപാടിയൊന്നുമില്ല, എല്ലാം അടുത്തടുത്തുണ്ട്. അലേർട്ട് സ്ക്വാഡൻ 2 മാസം കഴിയുമ്പം അവർ ടേൺ കഴിയുന്ന അവർ നെക്സ്റ്റ് ലീവിലേക്ക് പോകും. അവർ പറ്റുന്നത്ര ആൾക്കാരെ 2 മാസം കൊണ്ട് ലീവ് കട്ടിപ്പിക്കാൻ പറ്റും. നേരത്തെ ട്രെയിനിങ്ങിലുണ്ടായിരുന്ന ആൾക്കാർ അലേർട്ടിലേക്ക് വരും, അതുപോലെ നേരത്തെ ലീവിലുണ്ടായിരുന്ന ആൾക്കാർ ട്രെയിനിങ്ങിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ ഒരു റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പൊ 51ലേക്ക് ഡയറക്റ്റ് കയറി. 51ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇത്രയും പറഞ്ഞത് 51ലേക്ക്. 51ന്റെ അകത്ത് പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ടോട്ടൽ 4 സ്ക്വാഡനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഹെഡ് ക്വാർട്ടർ സ്ക്വാഡൻ, അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഈ 1, 2, 3. അപ്പോൾ അതിനകത്ത് 1 അലേർട്ടിലാണെങ്കിൽ 2 ട്രെയിനിങ്ങിലാണ് ഉണ്ടാവുക. 3 ആ സമയം പറ്റുന്നത്ര ആൾക്കാർ അവർ ലീവിൽ വിട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് 2 മാസം കഴിയുമ്പം റൊട്ടേറ്റ് ആവും. പുതിയൊരാൾ 51ലേക്ക് പോകുന്നത്. 51ലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ 3 മാസത്തെ പ്രൊബഷൻ പീരീഡ് ആണ്. അത് 51 ഉണ്ടാവുക. അത് ട്രെയിനിങ് സെന്ററിൽ. ഞാൻ പറഞ്ഞിരുന്ന ടോർച്ചർ. അതിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ട്രെയിനിങ് കണ്ടിന്യൂസ് നമ്മളെ കൊണ്ട് പിന്നെ ഫയറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ട്രെയിനിങ് ഒരു 5% ആണെങ്കിൽ 95% നമ്മൾ അവർ ടോർച്ചർ ചെയ്യില്ല. ഈ പണ്ട് കയറിയ സമയത്ത് കിട്ടിയ അടി സെയിം ഇവിടെ 2ാമത് കിട്ടാൻ തുടങ്ങും. ഉറങ്ങാൻ വിടത്തില്ല നമ്മളെ. ഫസ്റ്റത്തെ 2 ആഴ്ച 1 സെക്കൻഡ് പോലും നമ്മളെ ഉറങ്ങാൻ വിടത്തില്ല. 2 ആഴ്ച ഫസ്റ്റത്തെ 2 ആഴ്ച നമ്മളെ ഉറങ്ങാൻ വിടത്തില്ല. അത് ട്രെയിനിങ് എങ്ങനെ സ്റ്റാർട്ട് ആവുന്ന വെച്ചാൽ ഇപ്പം 3-3:30 ആകുമ്പോൾ സെയിം 3-3:30 ആകുമ്പോൾ നമ്മൾ പിന്നെ എഴുന്നേക്കേണ്ടി വരും. നമ്മൾ നോർമൽ റൂട്ടീൻ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് ആവും. 5-5:30 ആകുമ്പോൾ ട്രെയിനിങ് സ്റ്റാർട്ട് ആവും. അപ്പോൾ അത് ഓരോ ദിവസം ഓരോ തരമാണ്. ഇപ്പം ഒരു ദിവസം 5 കിലോമീറ്റർ ആണെങ്കിൽ ഒരു ദിവസം 10 കിലോമീറ്റർ, ഒരു ദിവസം പിന്നെ 15 കിലോമീറ്റർ, അങ്ങനെയൊക്കെ ആണ് റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പിന്നെ ട്രെയിനിങ്ങിൽ ഏറ്റവും നമുക്ക് പിന്നെ റെസ്റ്റ് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ രാവിലത്തെ ഈ PT ആണ്. 1.5 മണിക്കൂർ 2 മണിക്കൂർ PT ഉള്ളതാണ് നമുക്ക് റെസ്റ്റ്.
പിന്നെ അവിടെ നമ്മൾ പിന്നെ പ്രോപ്പർ പിന്നെ PT ഇൻസ്ട്രക്ടർ, ആർമി ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻസ്ട്രക്ടറാണ് നമുക്ക് ട്രെയിനിങ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈം മാത്രമാണ് നമ്മൾ ഈ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ നമ്മൾ ഓടുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാം എക്സസൈസ് ചെയ്യുന്നുണ്ട്, ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇതാണ് മാത്രമാണ് നമുക്ക് റെസ്റ്റ് എന്ന് പറയാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 3:30 ഇറങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം വരെയുള്ള ഉച്ച വരെയുള്ള നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് പോവുക. PTക്ക് നമ്മൾ വേറെ ഡ്രസ്സാണ്, PT കഴിഞ്ഞിട്ടുള്ള ബാക്കി ബൂട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തിട്ടാണ് ട്രെയിനിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോവുക. എന്ന് വെച്ചാൽ നമ്മൾ 3:30 നമ്മൾ റൂം വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ബാരക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് ഉച്ചക്ക് 2-2:30 3 മണിയാകുമ്പോൾ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ഇത് ഇപ്പം ആ PT കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ നിന്ന് നമ്മളൊരു 5-6 കിലോമീറ്റർ അല്ലെങ്കിൽ 7-8 കിലോമീറ്റർ ഓടിയിട്ട് ആണ് നമുക്ക് നെക്സ്റ്റ് നമ്മൾ എവിടെയാണോ ട്രെയിനിങ് അത് ഓരോ ദിവസം നമുക്ക് തരും. നെക്സ്റ്റ് ട്രെയിനിങ് എവിടെയുണ്ടാവും. അവിടെ വരെ നമ്മൾ ഓടിയിട്ടാണ് പോകേണ്ടത്. ഈ പണ്ട് നമ്മൾ ട്രെയിനിങ് സെൻറ്റർ പറഞ്ഞ പോലെ രണ്ടാമത് ഇവിടെ ഓട്ടം സ്റ്റാർട്ടായി. അപ്പോഴത്തേക്ക് എൻ്റെ ഏകദേശം ഒരു 7-8 കൊല്ലം സർവീസ് ആയിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മൾ രണ്ടാമത് പണ്ടത്തേത് പോലെ തന്നെ ആവുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഏതെങ്കിലും ഫയറിംഗ് റേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ ഫയറിംഗ് റേഞ്ചിൽ പോയാൽ നമ്മൾ സ്ക്വാഡിൽ നിന്ന് 4-5 ആളോ ഈ ബാക്കിയുള്ളവർ വെപ്പൺ എടുക്കാൻ വേണ്ടിയിട്ട് പോകും. അവർ ബസ്സിൽ വെപ്പൺ കൊടുത്തിട്ട് വരും. വെപ്പൺ നമ്മൾക്ക് അവിടെ റെഡി ആയിരിക്കും. അപ്പോൾ ഈ നമ്മൾ രാവിലെ അവിടെ എത്തിയത് മുതൽ ഇവർ നമ്മളെ ഒന്നാമത് അവിടെ ഒരു ഒരടി ഉള്ള ഉയരത്തിൽ പിന്നെ പൂഴിയാണ്. ഈ നമ്മൾ ഈ ട്രെയിനിങ് സെൻറ്റർ മൊത്തം ഈ ഹരിയാനയിലെ മാനസർ എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ പൂഴിയാണ്. അപ്പം ഈ പൂഴിയിൽ നമ്മളിട്ട് വട്ടം കറക്കാൻ തുടങ്ങും. വട്ടം കറക്കൽ എന്ന് പറഞ്ഞാൽ 5 ആൾ ഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി എത്ര ആൾക്കാരുണ്ടോ അവർ പിന്നെ പുഷപ്പ് പുള്ളപ്പ് പിന്നെ മലക്കം മറിയ ഈ സംഭവം തന്നെ ഇത് തന്നെയാണ് 12-1 മണി വരെ നടക്കുക. 5 ആൾ ഈ ഒറ്റയടിക്ക് എത്ര പേരാണ് അവര് ഈ 3 മാസത്തെ ട്രെയിനിങ്ങിന് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒരു 700 അടുത്ത ആൾക്കാരൊന്നും വരും. എത്ര ആൾ എടുക്കും? ഈ 700 ആൾക്കാരോളം വരും. വന്നതിന് ശേഷം പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ടായിട്ടുമ്പോൾ ഒരു ഫസ്റ്റത്തെ ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ചയാണ് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ അവർ ഉറങ്ങാൻ വിടത്തില്ല. പിന്നെ ഫിസിക്കലി പിന്നെ മെൻ്റലി നമ്മളെ ടോർച്ചർ ചെയ്യും. പിന്നെ ഫിസിക്കലി മെൻ്റലി നന്നായിട്ട് ടോർച്ചർ ചെയ്യും. അപ്പം ഒരുപാട് ഈ ആത്മാഭിമാനമുള്ള ആൾക്കാർ, കുറച്ച് ഫിസിക്കലി വീക്കായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടിക്കലും അവിടെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്ത് ഓഫീസർ ഇരിക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ അയാളുടെ കയ്യിൽ വളണ്ടിയർ ഒരു ഫോം ഉണ്ട്. അപ്പം നമുക്ക് എപ്പോൾ വേണ്ടിക്ക് പോയിട്ട് അവിടെ നിന്ന് സാർ എനിക്ക് ട്രെയിനിങ് ചെയ്യേണ്ട, ഞാൻ പിന്നെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോം ഫില്ല് ചെയ്ത് നമുക്ക് പോവാം. പേരന്റ് യൂണിറ്റിലേക്ക് പോവാം. പക്ഷെ പേരന്റ് യൂണിറ്റിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നാണക്കെട്ടുള്ള ഒരു കാര്യമാണ്. ചാവുന്നവർ അവർ കഴിയില്ലാന്ന് പറഞ്ഞ് തിരിച്ചു വന്നോന്നാന്ന് പറയുന്നത്. ഗതികെട്ടിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പിന്നെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ ഇവരായിട്ട് റിജക്ട് ചെയ്യുന്നത് ഈ 3 മാസത്തിന് ശേഷം മാത്രമേ ഇവരായിട്ട് റിജക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഏറ്റവും ഫസ്റ്റ് നമ്മളെ ടെസ്റ്റ് നടന്നു. ടെസ്റ്റിൽ ഒരുപാട് ഐറ്റത്തിന് ഫെയിലായ ആൾക്കാരാണ്. അപ്പം നമ്മളെ കോർന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വെറുതെ അങ്ങ് തള്ളിവിടും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അവൻ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് അവൻ ചിലപ്പം എല്ലാവരും ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ അവൻ റിട്ടേൺ പോകേണ്ടി വരും. വേറൊരു ഓപ്ഷൻ നമുക്കില്ലെന്നു വെച്ചാൽ പിന്നെ 8-9 ദിവസം സിക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് മിസ്സായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ റിജക്റ്റ് ആയി. അപ്പം ഡെയിലി രാവിലെ പിന്നെ കാല് വയ്യ വയറ് വയ്യ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെയും തിരിച്ചുവിടും. 2 വീക്ക് ട്രെയിനിങ് കഴിയുമ്പോൾ ഏകദേശം പോകാനുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. പോകാനുള്ള ആൾക്കാർക്ക് ഏകദേശം പോയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പോകുന്നത് ഇഞ്ചുറി ആയിട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ട് ആൾക്കാർ പോകും. 3 മാസത്തെ പ്രൊബഷൻ. ഇതിനിടക്ക് നിങ്ങൾക്ക് വിളിക്കാനൊക്കെ പറ്റുമോ നാട്ടിലല്ലോ? അതാണ് ജസ്റ്റ് ഞാൻ പറയുന്നത്. പഴയ നമ്പറുള്ള ഫോൺ മാത്രമേ ഉള്ളൂ. കളർ ഫോൺ വരെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അത്. അല്ലെങ്കിൽ നമ്മളെല്ലാം കയ്യിൽ എത്തുന്ന സമയമായിരുന്നില്ല. അപ്പം വിളിക്കൽ എന്ന് പറഞ്ഞാൽ STD ബൂത്താണ് നോർമലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ചെറിയ ഫോൺ. അപ്പം ആ ഫോണിനൊക്കെ എന്ന് പറഞ്ഞാൽ അന്നേരം കോൾ ചെയ്യുന്നത് ഭയങ്കര പൈസയായിരുന്നു. വീട്ടിലൊക്കെ വിളിക്കുന്നത് അന്നേരം ഞാൻ മാരേജ് ഒന്നും ചെയ്യാത്ത സമയമായതുകൊണ്ട് അത് വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ആഴ്ചക്കൊരിക്കലും വിളിച്ചാലും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പകുതി ട്രെയിനിങ്ങിന് കഴിഞ്ഞിട്ട് 3 ദിവസം ലീവ് ഉണ്ടാവും. ഓൺലി 3 days ലീവ്. അപ്പം 15 കിലോമീറ്ററിന്റെ ഒരു സ്പീഡ് മാർച്ച് കഴിഞ്ഞിട്ടാണ് ഈ 3 ദിവസം കിട്ടുന്നത്. 15 കിലോമീറ്റർ 20 കിലോ വെയിറ്റ് കൊടുത്തിട്ട് റൺ തന്നെ ചെയ്യണം. ഓടുന്ന വേണം. 20 കിലോ മണ്ണ് ബാഗിൽ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്ത് നമ്മളതിൽ വെപ്പൺ ഉണ്ടാവും. ആ വെപ്പണും എടുത്ത് അന്ന് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുക. അത് കറക്റ്റ് ടൈമിങ് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതിൽ നമ്മൾ പാസ്സാവണം. അപ്പം അതിൽ പാസ്സായി. പക്ഷേ അന്ന് ഞാൻ യൂസ് ചെയ്തിരുന്ന ഷൂ പിന്നെ പുതിയൊരു ഷൂ വാങ്ങിയിട്ട് അതിട്ടിട്ടാണ് പുതിയ ഷൂ ഇട്ടിട്ടാണ് ഞാൻ ഓടിയിരുന്നത്. അപ്പോൾ കാലിൻ്റെ 2 പിന്നെ നഖവും തള്ളവരല്ല 2 നഖവും പോയായിരുന്നു. നീ വാങ്ങിച്ചു ആർമി തന്നല്ല. നമ്മൾ പിന്നെ ട്രെയിനിങ് ടൈമിൽ ആർമി തരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത്രയും കംഫർട്ടായ സാധനങ്ങൾ ആർമി തരില്ല. നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വാങ്ങിയതാണ് അവിടെ നമ്മൾ ക്യാൻറ്റീൻ പോലുള്ള സംഭവം ഉണ്ടാവും. അവിടെ കുറച്ച് വില കുറച്ചിട്ട് അവർ തരും, നമ്മളത് വാങ്ങും.
അപ്പൊ അങ്ങനെ തലേന്ന് വാങ്ങി അന്ന് ഓടുന്ന ഇട്ടു. പക്ഷെ അങ്ങനെ അത് ഭയങ്കരമായിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ലോങ് ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ ഹാർഡ് ട്രെയിനിങ്ങിന് പിന്നെ കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് ആയിട്ടുള്ള ഡ്രസ്സുകളായാലും ഈവൻ അണ്ടർവെയർ പോലും പുതിയത് നമുക്ക് ഇട്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും. ഉള്ളിലിടുന്ന ബനിയനായാലും പുതിയതാന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മടങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തോല് പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ കാലിന്റെ നഖ രണ്ടും പോയി. അപ്പം ആ 3 ദിവസം നമ്മൾ മലയാളീസ് എല്ലാവരും ഡൽഹിയില് വാടകഞ്ച് റൂം എടുത്ത് സത്യം പറഞ്ഞ 3 ദിവസം ഉറങ്ങുമായത്. നമ്മൾ ഭക്ഷണം കഴിക്കുക, ലിക്വർ കഴിക്കുന്ന ആൾക്കാർ ലിക്വർ കഴിക്കും. 3 മാസം കഴിഞ്ഞിട്ട് 1.5 മാസത്തെ 3 ദിവസത്തെ ട്രെയിൻ, 3 ദിവസത്തെ ലീവ്. ഭക്ഷണം കഴിക്കാൻ എഴുന്നേക്കും, ബാക്കി സമയം നമ്മൾ ഫുള്ള് ഉറങ്ങുമായിരുന്നു. തിരിച്ചു എന്നിട്ട് അവിടെ എത്തി. അപ്പം ഈ 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ട്രെയിനിങ് റിലാക്സ് തരേണ്ടതാണ്. പക്ഷെ അന്ന് വൈകുന്നേരം ഇതുപോലെ നമ്മളെ കൂടെയുള്ള ഒരാള് വരാൻ ലേറ്റായി. അവൻ വരാൻ ലേറ്റായി വന്നപ്പോൾ അവൻ വെള്ളടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും ഒരു പണിഷ്മെന്റ് പോലെ നമുക്ക് നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് മുന്നോട്ടേക്ക് പോയി. അവിടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മളെ ടോർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ 3:30 നമ്മൾ എഴുന്നേറ്റ് ബാക്കി ട്രെയിനിങ്ങുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം ഈ 2-2:15 നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തും. അപ്പം ഭക്ഷണവും പിന്നെ ഭയങ്കര ലോ ലെവൽ ഭക്ഷണമായിരുന്നു. അത്രയും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം അല്ലെങ്കിൽ നല്ല ഫുഡൊന്നും ആയിരുന്നില്ല. നമ്മളല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് പിന്നെ അവിടെ ഇവിടെ നമ്മൾ വർക്കിംഗ് കാര്യങ്ങളൊന്നും നമ്മുടെ സമയത്ത് നമുക്ക് ഓൺലി ട്രെയിനിങ് ഇവർ തരുന്ന ടോർച്ചറും. വന്നു കഴിഞ്ഞാല് പിന്നെ കുളിക്കുന്നത് ഞാനൊക്കെ ഉച്ചക്ക് വന്നോടെ കുളിക്കുമ്പം ഈ യൂണിഫോം അഴിക്കത്തില്ല. യൂണിഫോം ഇട്ടിട്ട് തന്നെ അതിന്റെ മേലൊക്കെ ഓപ്പൺ ബാത്റൂമാണ്. പിന്നെ ടാങ്ക് ഉണ്ടാവും. പിന്നെ അതിൻ്റെ അന്ന് കൂരിയിട്ട് നമ്മൾ കുളിക്കണം. അല്ലെങ്കിൽ പിന്നെ മേലെ ഷവറായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ താഴ്ന്ന് യൂണിഫോം ഇട്ടിട്ട് അതിൻ്റെ മേലെ തന്നെ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ 2 കാര്യമായി. ഒന്ന് തുണി കഴുകി പിന്നെ അതിൻ്റെ അകത്ത് സോപ്പ് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിയും കഴിയും. അപ്പൊ അങ്ങനെ സമയം അത്രയും നമുക്ക് സേവ് ചെയ്യണം, റെസ്റ്റ് ചെയ്യാം. പിന്നെ നനച്ചിലിട്ടുകൊണ്ട് തന്നെയാണ്. അല്ല, അത് നമ്മള് 6-8 ടൈം ഓടി ഭക്ഷണം കിട്ടി അത് കഴിച്ച് 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെറും 5-10 മിനിറ്റാണ് നമുക്ക് കിട്ടുക. അതിനെടുക്കാൻ കുളി അല്ല, പിന്നെ ഒരു ½ an hour കിട്ടിക്കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ കുളിക്കണം, ഭക്ഷണം കഴിക്കണം. പിന്നെ മെയിനായിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കണം. എന്താ വെച്ചാല് ഇത്രയും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫ്രൂട്ടും കാര്യങ്ങളും വാങ്ങണം. ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ. എന്നിട്ടാകുമ്പോൾ പിന്നെ ഇവർ ഈ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് ഈ 1/2 മണിക്കൂർ കഴിഞ്ഞവിടെ വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് പോയി. പിന്നെ വലിയ ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൽ സകല ആൾക്കാരും കാലും മേലും കൈ താഴെയും. നമ്മൾ ഫുഡ് കഴിച്ച് വന്നതാ. പിന്നെ പുഷപ്പ് നമ്മളെ നോർമൽ ഹൊറിസോണ്ടൽ ലെവലിൽ ചെയ്യത്തില്ലേ, ഇത് നേരെ വെർട്ടിക്കൽ കൈ താഴെ. അങ്ങനെ ഒരു 1/2 മണിക്കൂർ നിർത്തിക്കും. പിന്നെ മലക്കം പറയിക്കും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു 1-2 മണിക്കൂർ അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ എവിടെയും വർക്കിങ്ങിന് വിടും. അപ്പം ഇന്ത്യൻ ആർമിയിൽ ഈ സോൾജേഴ്സിനാണ് ഇത്രയും കഷ്ടം. ബാക്കി ഈ ഓഫീസേഴ്സും ട്രെയിനിങ് വരുന്നത്. സോൾജേഴ്സ് പ്ലസ് JCOs നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കാണ് ഇത്രയും കഷ്ടം. ഈ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഉച്ചക്ക് ഈ നമുക്കൊരു വർക്കിംഗ് ഒക്കെ ഉണ്ട്. വർക്കിംഗ് ഈ രാവിലെ 3:30 തൊട്ട് ഒരു 4:30 വരെയുള്ള ആ ടൈം. അതുപോലെ വൈകുന്നേരം ഈ 2:30 തൊട്ട് പിന്നെ 3:30 വരെയുള്ള 1 മണിക്കൂർ പിന്നെ നമ്മളെ കൊണ്ട് അവിടെയുള്ള ജോലിയും ബാക്കിയുള്ള ജോലിയും ചെയ്യിപ്പിക്കും. അപ്പം അത് ഇവർക്ക് ഒഴിവായി കിട്ടും. പിന്നെ ഇവർക്ക് ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും കൊണ്ടുകൊടുക്കാനും പിന്നെ വന്നു കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കി കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ ഹെൽപ്പ് അവർക്കുണ്ട്. പക്ഷെ നമുക്ക് യാതൊരുവിധ പരിഗണനയില്ല. നമ്മളെല്ലാം നമ്മളെ സ്വന്തം തന്നെ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും വൈകുന്നേരം ഈവനിങ് ട്രെയിനിങ്ങിന് പോകുന്നു. പിന്നെ ട്രെയിനിങ്ങിന് പോയതിനു ശേഷം ആ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു 8:30 ആകുമ്പോൾ തിരിച്ചു വരും. നൈറ്റ് ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ നൈറ്റിൽ ഫയറിങ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ മെയിനായിട്ട് റോപ്പ് വെച്ച് കയറുക, താഴോട്ടേക്ക് ഇറങ്ങേണ്ടതും പിന്നെ സ്ലിതറിങ് അത് ഇതൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ആംസ് ട്രെയിനിങ് ആംസ് ഉണ്ട്. ഫുൾ ടൈം. അതാ ഞാൻ പറഞ്ഞത്, 5 ആള് മുന്നിന്ന് ഫയർ ചെയ്യും. ബാക്കിയുള്ളവൻ ഇവിടുന്ന് പിന്നെ ട്രെയിനിങ് ഈ 5 ആള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ 5 ആളെ പിടിച്ച് പോയിട്ട് ഇവര് ഇപ്പം പിന്നെ ട്രെയിനിങ് കണ്ടിന്യൂസ് നടക്കും. പക്ഷെങ്കിൽ അവിടെ ആ സമയത്ത് നമ്മൾ വെപ്പൺ ഫെമിലറൈസ് ആക്കും. നമ്മൾ വെപ്പൺ എങ്ങനെ തുറക്കണം, പിന്നെ ഫയർ എങ്ങനെ ചെയ്യണം. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിസ്റ്റളിന്റെ ഫയറിങ് അവിടെ നിന്ന് അത്ര നല്ലതായിരുന്നില്ല. MP5 നല്ല ഫയറിങ് ആയിരുന്നു. പിസ്റ്റൾ ആദ്യമായിട്ട് നമ്മൾ അവിടെ പോയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പം പിസ്റ്റളിന്റെ ഫയറിങ് അത്ര നല്ലതായിരുന്നില്ല. അപ്പം ഞാൻ ഇവിടെ ഒരു ഹരിയാനക്കാരനൊരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. അയാളോട് ചോദിച്ചു, സാർ ഇതൊന്നും എനിക്ക് പറഞ്ഞു അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അയാൾ പറഞ്ഞ ഡയലോഗ് എന്നോടാണോ ചോദിക്കുന്നത്, അടിയുടെ കൺട്രോൾ അറക്കന്മാരുന്നു. പിന്നെ അപ്പൊ അതാണെന്ന് അതിനെപ്പറ്റി അധികം പഠിക്കാൻ പറ്റില്ല. പക്ഷെങ്കിൽ അവിടെ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ നമ്മളെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാല് മൊത്തം ചേഞ്ച് ആണ്. ബാക്കിയുള്ള 1.5 മാസം ഒരേപോലെ തന്നെ ഇന്ത്യയിൽ പറയുന്ന റഗഡ അല്ലെങ്കിൽ നമ്മളെ ടോർച്ചർ. ക്ലാസ് ഉണ്ടാവും അവിടെ, ക്ലാസ് ഉണ്ടാവും. പക്ഷെ ക്ലാസ്സിൽ ഉറങ്ങിക്കൂടാ. പിന്നെ നമ്മൾ ഈ രാത്രി മൊത്തം ഉറക്കാത്തവര്
നിങ്ങൾ പിന്നെ AC ഉള്ള ഹോളിൽ ഇരുത്തി പിന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പം ടെററിസത്തിനെ പറ്റി പഠിപ്പിക്കുന്നത്, ബോംബിനെ പറ്റി പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാവോയിസ്റ്റിനെ പറ്റി പഠിപ്പിക്കുന്നത്. AC കിട്ടി കഴിഞ്ഞാൽ എന്തായാലും ഉറങ്ങും എന്ന് പറഞ്ഞ ക്ലാസ് അന്നേരം കണ്ണ് ആരെങ്കിലും അടച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പുറത്ത്. പിന്നെ രണ്ടാമത് തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ഈ ബ്ലാക്ക് യൂണിഫോം കിട്ടുന്നേപ്പാ? അത് 3 മാസത്തെ ട്രെയിനിങ് ഇവിടെ കഴിഞ്ഞു. 3 മാസത്തെ പ്രൊഫഷൻ കഴിഞ്ഞ് പാസ്സായ ആൾക്കാർ അപ്പോഴത്തേക്ക് വളരെ ചുരുക്കം ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. 10 കിലോ എല്ലാവരും ഒരു 10 കിലോളം വെയിറ്റും കുറഞ്ഞിട്ടുണ്ടാവും. ഈ 700 പേരിൽ എത്ര പേര് ബാക്കി ഉണ്ടാവും?